ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. ജില്ലയിൽ തന്നെ SPCയുടെ ക്ലാസ് ഈ ലയോള സ്റ്റുഡന്റ് കേഡറ്റ് പോലീസുമായി താങ്കൾക്ക് ബന്ധമുണ്ടോ? അതെ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. അതെ, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കത്തില്ല, മുഴുവൻ പറയത്തില്ല. അപ്പൊ ഈ പറഞ്ഞ മൂല്യം തന്നെയാണ് സത്യം വധ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുമായി താങ്കളുടെ അതിലേക്കാണ് ഞാൻ വരുന്നത്. സത്യം വധ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഈ സംസ്കാരം പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ഏറ്റവും സ്ട്രോങ് ഡോക്ടർ രജിത് സാറിന് സുന്നി ഗ്ലോബൽ വോയിസിലേക്ക് ഹാർദവമായ സ്വാഗതം. സാറെ കുറിച്ച് കേരളത്തിലെ പൊതുധാരയിലുള്ള എല്ലാ ആളുകൾക്കും വ്യക്തമായി അറിയാൻ കഴിഞ്ഞ ദിവസത്തെ അങ്ങയുടെ യാത്രയും അതിനോടനുബന്ധം ഉണ്ടായ ദൗർഭാഗ്യകരമായ ചില പരാമർശങ്ങളും കേരളീയ സമൂഹത്തിലെ നല്ലവരായ ആളുകളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ കേരളം കണ്ട വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കണ്ട വളരെ ദുഃഖകരമായ രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, അങ്ങയോട് ഒരു ചാനലിൽ കാണിച്ച അപമര്യാദയായ പെരുമാറ്റവും, മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ ഒരു സമരത്തിന്റെ പേരിൽ ഒരു വലിയ മനുഷ്യനെ കരിയോയൽ പ്രയോഗം നടത്തിയതും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ലജ്ജാകരമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിഷയത്തില് കേരളത്തിന്റെ നന്മ പ്രതീക്ഷിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായ എല്ലാ ആളുകളും അങ്ങയുടെ നല്ല പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശക്തികളോടുള്ള ശക്തമായ പ്രതിഷേധം നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റിലെ മറ്റ് മീഡിയകളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഈ ഒരു അഭിമുഖത്തിന് ലഭിച്ചത്. ഇതിന് അവസരം നൽകിയതിന് ഒരുപാട് നന്ദി ആദ്യമായി അങ്ങയോട് പറയുകയാണ്. സത്യം അറിയാൻ മനസ്സ് കാണിച്ച നിങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ആരും സത്യങ്ങൾ അറിയാനായിട്ട് മനസ്സിലാക്കുന്നില്ല, ശ്രമിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചതിൽ ഞാൻ നിങ്ങളെ ആദ്യമേ അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറിന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യം വെച്ച് അതിന്റെ ഒരു നല്ല പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പ്രചോദനം നൽകിയ വസ്തുത എന്താണ്? അതിനെ പറഞ്ഞാൽ കേരളത്തിൽ ധാരാളം രാഷ്ട്രീയ ജാഥകളും അതുപോലെ തന്നെ മതജാഥകളും ഒക്കെ കാണാറുണ്ട്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു മൂല്യബോധന ജാഥ സംഘടിച്ചത്. മൂല്യ പുനരുദ്ധാന ജാഥ. അത് മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ കുട്ടികളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടും സിലബസ് എല്ലാം നല്ലതാക്കിയിട്ടും കുട്ടിയിലെത്തുമ്പോൾ മെജോറിറ്റി കുട്ടികളും പരാജയപ്പെടുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഒരു പുനരുദ്ധാന ബോധവൽക്കരണ ജാഥ നടത്തിയത്. ഇതിൽ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഗൾഫിൽ UAE 19ഓളം പ്രഭാഷണങ്ങൾ, കേരളത്തിൽ മൊത്തം ഒരു 1000 കണക്കിന് എന്റെ റിയാലിറ്റി ഷോകളുണ്ട്. 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയുള്ള സെൽഫ് റിയലൈസേഷൻ റിയാലിറ്റി ഷോകളിലൂടെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ തിരിച്ചു കിട്ടുന്നു എന്നാണ് കോളേജുകളും സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പറയുന്നത്. അങ്ങനെ ഒരുപാട് മക്കളെ തിരിച്ചു കിട്ടി. പലരുടെയും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നു, ശംഭു പാൻപരാഗ് അങ്ങനെയൊക്കെ നിന്നിട്ട് അത് മുഴുവൻ കുട്ടികളെ തിരിച്ചു കിട്ടി എന്നറിഞ്ഞുകൊണ്ട് 2010 എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗൾഫ് മലയാളികൾ തന്നതാണ്. രാഷ്ട്ര സേവന പ്രതിഭാ പുരസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി എളമരം കരീം ആണ് എറണാകുളത്ത് വെച്ച് അതെനിക്ക് തന്നത്, ഗ്ലോബൽ കോൺഫെഡറേഷൻ ഓഫ് പ്രവാസി മലയാളികൾക്ക്. ഇങ്ങനെ എന്റെ ക്ലാസ്സുകളിലൂടെ വന്നപ്പോ ഈ അടുത്ത കാലങ്ങളിൽ എന്റേതായി തന്നെ ഭഗവത്ഗീത ഇറങ്ങുകയുണ്ടായി. അത് 5000ഓളം കോപ്പിയായി. ഭഗവത്ഗീതയിലൂടെ അത് ഞാൻ ബൈബിളിലേക്ക് എത്തി. ആ ഒരു അദൃശ്യ ശക്തി എന്നെ നയിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ബയോളജി അധ്യാപകൻ എന്നുള്ള നിലയിൽ ബൈബിളിലൂടെ ഭഗവത്ഗീതയും ബൈബിളും കഴിഞ്ഞപ്പോ പലരുടെയും ആവശ്യപ്രകാരവും എനിക്കുണ്ടായ തോന്നലും കാരണം എനിക്ക് ഖുർആൻ എഴുതാൻ കഴിഞ്ഞു. വിശുദ്ധ ഖുർആനും 5000 കോപ്പിയാവുന്നു. എല്ലാം മൂന്നും ചേർത്ത് നന്നായി പോകുമ്പോൾ ഖുർആനിൽ ഒരു
വചനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എല്ലാ വേദത്തിന്റെ ആത്മാവ് ഒന്ന് തന്നെയാണ്, എല്ലാം ഒരാളിൽ നിന്ന് സൃഷ്ടിച്ചത് തന്നെയാണ് എന്ന ആ സത്യം. യഥാർത്ഥത്തിൽ ബയോളജി, മൈക്രോബയോളജി ഡോക്ടറായിട്ടുള്ള സയൻസിലെ ആരും സയൻസുകാർ വേദത്തിലേക്ക് വരുന്നത് കുറവാണ്. പക്ഷെ വേദത്തിലേക്ക് വന്നപ്പോഴാണ് വേദമെന്ന് പറയുന്ന അറിവാണ്. ആ അറിവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് എന്നെ ഏറ്റവും പ്രാപ്തമാക്കിയത്. കാരണം നിന്നെ ഞാൻ ഉദ്ബോധകനാക്കിയിരിക്കുന്നു. നിന്റെ ജോലി എന്ന് പറയുന്നത് ഖുർആൻ അറിയാമെന്ന് പറഞ്ഞിട്ടും ഖുർആൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കാതെ നടക്കുന്നവൻ കഴുത വിഴുപ്പ് ചുമക്കുന്നത് പോലെയാണെന്നാണ് ജുമ്മു 5 പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ ഖുർആന്റെ ആശയം അറിഞ്ഞിട്ട് അത് മറ്റുള്ളവരെ കൊടുത്ത് അവരെ കൂടെ നന്മയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ജീവിതം സ്വർഗമയമാകും. സ്വർഗം ലഭിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്വർഗം നമ്മുടെ മനസ്സും രണ്ടാമത്തെ സ്വർഗം നമ്മുടെ കുടുംബവും തന്നെയാണ്. അപ്പം നീ വേദത്തിന് മുമ്പേ നടത്തിയാൽ, ഖുർആനിൽ ഞാൻ കണ്ട മറ്റൊരു വചനമാണ്, നീ വേദത്തിന് മുമ്പേ നടത്തി നീ പുറകെ നടക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിത വിജയം തന്നെ എന്നാണ്. പക്ഷെ നീ മുമ്പേ തോന്നി നിനക്ക് പോയതിനു ശേഷം വേദത്തിന് നീ ബാക്കി കളഞ്ഞിട്ട് പോയാൽ നിനക്ക് നരകം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിത പരാജയം തന്നെയാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. ഈ തിരിച്ചറിവ് എനിക്ക് നേരത്തെ തിരിച്ചറിവ് കുറവായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, ഞാനും അടിച്ചു പൊളിച്ച് തന്നെയൊക്കെയായിരുന്നു നടന്നിരുന്നു. പക്ഷെ ഒരു തിരിച്ചറിവ് വേദം വായിച്ചു കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എനിക്ക് കിട്ടിയ തിരിച്ചറിവ് എത്രയും പെട്ടെന്ന് കുട്ടികളിലേക്ക് തന്നെ കൊടുക്കണം, അവരെ ഇപ്പോഴേ നന്മയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചിരിക്കുന്നതിന്റെ കൂടുതൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നുള്ളൂ. അതിനുവേണ്ടി ദൈവം, സ്രഷ്ടാവ്, അത് ഏത് ദൈവമായാലും, പടച്ചവനായാലും പരിശുദ്ധാത്മാവ കർത്താവായാലും പരബ്രഹ്മമായാലും എല്ലാം ഒന്ന് തന്നെയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനിപ്പം. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം എന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഈ അറിവുകൾ മുഴുവൻ കുട്ടികളിലേക്ക് ഇപ്പോഴേ സ്കൂളിലും കോളേജിലും കൊടുത്തു. എനിക്കത് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. ഒരുപാട് ജീവിത തകർച്ചകളും ഒരുപാട് പ്രോബ്ലംസും അനുഭവിച്ച് മുമ്പോട്ട് വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കിട്ടാത്ത ഒരുപാട് നന്മകൾ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെയെങ്കിലും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കൊടുക്കണം. ഇന്നത്തെ രക്ഷകർത്താക്കൾ പാവങ്ങളാണ്. കുട്ടികൾക്ക് വേണ്ടി എന്തും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായി നടക്കുമ്പോൾ കുട്ടികൾ രക്ഷകർത്താക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ലാതെയാണ് ഒരു 80%, 90% കുട്ടികളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ തെറ്റല്ല. അത്രയ്ക്ക് അവരുടെ തലയ്ക്കകത്തേക്ക് വേറെ ഒരുപാട് പരസ്യങ്ങളും മറ്റു പലതും കയറി അവർ നന്മയിൽ നിന്ന് വഴിമാറി എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു പവർഫുൾ കൗൺസിലിംഗ് ആയിട്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ശക്തമായ കൗൺസിലിംഗിലൂടെ ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും ബയോളജിക്കലായിട്ടുള്ള ആ സയന്റിഫിക് സത്യം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം നടക്കുന്നതെന്നാണ് പറഞ്ഞറിയുന്നത്. എന്റെ കഴിവല്ല, എന്നെ കൊണ്ട് ഒരു ശക്തി ചെയ്യിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്യുകയും ഇത് മൂന്നും ചേർത്തുകൊണ്ട് ഒരു പാക്കേജ് ആക്കിക്കൊണ്ട് കുട്ടികളിലേക്ക് സത്യം, ധർമ്മം, മാതൃദേവോഭവ, അമ്മ തന്നെയാണ് ദൈവം, പിതൃദേവോഭവ, അപ്പൻ, വാപ്പ, അച്ഛൻ തന്നെയാണ് ദൈവം, ആചാര്യ ദേവോഭവ, ഗുരു, അധ്യാപകൻ തന്നെയാണ് ദൈവം എന്നുള്ള ആ 5 പഞ്ചസ്തംഭങ്ങൾ, ഭാരതത്തിന്റെ പഞ്ചസ്തംഭങ്ങൾ, ഇത് ഓരോന്നും തെളിയിക്കാനായിട്ട് എനിക്ക് നന്നായി കഴിഞ്ഞു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. പക്ഷെ ഏറ്റവും അവസാനത്തെ വേദിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു പോയപ്പോ 2 വാക്കുകളെ രണ്ടറ്റത്തും കണക്ട് ചെയ്യാതെ ഇടയ്ക്കുള്ള ചില വാക്കുകൾ എടുത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഞാൻ വഴിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചു കഴിഞ്ഞപ്പോ സത്യത്തിൽ വളരെയേറെ മനപ്രയാസം ഉണ്ടായി. പലരും സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എങ്കിലും മെജോറിറ്റി പേര് സത്യത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മൂല്യബോധന ജാഥയ്ക്ക് അവസരം ഉണ്ടായത് ഇതാണ് കാരണം. എന്റെ അനുഭവങ്ങളും എന്റെ ക്ലാസ്സുകളും ജനങ്ങളിലും കുട്ടികളിലും ഉണ്ടാക്കുന്ന നന്മകൾ, മാറ്റം വരുന്ന വഴിയിൽ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വരുന്ന വഴിയിൽ നടത്തിയ ക്ലാസ്സുകളിലെല്ലാം CD കണ്ടാൽ അറിയാം, പാരന്റ്സിന് മക്കളെ തിരിച്ചു കിട്ടി, കുട്ടികൾ ഏറ്റവും നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുന്നു, അവർ ചെയ്തുപോയ തെറ്റുകളെ കുമ്പസരിക്കുന്നു, മാപ്പേറ്റു പറയുന്നു. അപ്പൊ ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും എന്നെ കൂടുതൽ ശക്തനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. വേദവും എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം വീണ്ടും മുമ്പോട്ട് പോകുന്നു. സാറ്, അതായത് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ കേരളത്തിൽ പറയുന്നത് നമ്മുടെ കേരളം വിദ്യാഭ്യാസപരമായി വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് സാധാരണഗതിയിൽ നൽകുന്ന നിർവചനം ഒരു കാട്ടാളനെ ഒരു നല്ല സംസ്കാര സമ്പന്നനാക്കി മാറ്റുക എന്നാണ് സാധാരണയിൽ നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് വിവക്ഷിക്കാറുള്ളത്. അതോടുകൂടെ തന്നെ നമ്മൾ കേരളത്തിൽ പറയുന്നു വിപ്ലവാത്മകമായ മുന്നേറ്റം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടും ഒരു മൂല്യബോധന യാത്ര നടത്തൽ നിർബന്ധമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ്
സർക്കാർ തലങ്ങളിൽ തന്നെ എത്തിയതില് പൊതുവെ ശ്ലാഘനീയമാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം ഉണ്ടായത് നിർബന്ധമായും സമൂഹത്തില് മൂല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നിലവിലെ ഗുരുകുല സംവിധാനങ്ങൾ എത്തുന്നില്ല എന്ന ഒരു തിരിച്ചറിവല്ലേ യഥാർത്ഥത്തില്? തീർച്ചയായും. കാരണം സാക്ഷരതയിൽ 1-ാം സ്ഥാനം, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന കേരളം ഇന്ന് ഇന്ത്യയിൽ ലഹരി ഉപയോഗിക്കുന്ന കാര്യത്തിൽ 1-ാം സ്ഥാനമാണ്. സാക്ഷരതയായ വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന കേരളം ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ വിവാഹബന്ധം വേർപെടുത്തുന്ന കാര്യത്തിൽ, ഡൈവേഴ്സിന്റെ കാര്യത്തിൽ കേരളം ഇന്ന് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുകയും എന്നാൽ തകർച്ചകളുടെ കാര്യത്തിൽ, കുടുംബ തകർച്ചകളുടെ കാര്യത്തിൽ, ജീവിത തകർച്ചകളുടെ കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസുകളുടെ ആവശ്യം വരികയും കേരളം മുഴുവൻ ആവശ്യപ്പെട്ടത് ഇത് നിർത്തരുത്, ഇത് കൂടുതൽ സമയം, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഏരിയയിലേക്ക്. ഇപ്പൊ ജില്ലയിൽ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ ക്ലാസ് കൊടുത്തതും അവിടേക്ക് പല പല കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരികയായിരുന്നു. വന്ന അഭിപ്രായം ഒരു ജില്ലയിൽ മിനിമം 15 സ്ഥലങ്ങളിലെങ്കിലും വെച്ച് കേരളം മുഴുവൻ ഒരു മാസം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല, കേരളം സംസ്ഥാനത്തിനെ നന്മയുടെ സംസ്ഥാനമാക്കി ഏറ്റവും നല്ല സ്വർഗമാക്കി മാറ്റണം എന്നുള്ള തലത്തിലുള്ള അഭിപ്രായം തന്നെയാണ് കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നത്. അതെ സാറ് ഒരു ബയോളജി അധ്യാപകനായതുകൊണ്ട് തന്നെ ശരീരശാസ്ത്രത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു എന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു സന്ദേശം തന്നെ ആയിരുന്നില്ലേ ഈ മൂല്യബോധന യാത്രയിൽ അങ്ങ് നടത്തിയത്? തീർച്ചയായും ഒരു ബയോളജി അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ശാസ്ത്രീയപരമായിട്ടാണ് പെൺകുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞത്. എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അതൊരിക്കലും സ്ത്രീ വിരോധമാകില്ല, സ്ത്രീ വിരോധിയല്ല. അതിനകത്ത് ആ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ജീൻസ് ധരിച്ചു കഴിഞ്ഞാൽ, ജീൻസ് ധരിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, പെൺകുട്ടികൾ ഊഞ്ഞാലി ചാടരുതെന്ന് പറഞ്ഞില്ല, ടെറസിന്റെ മുകളിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് എടുത്ത് താഴെ ചാടരുത് ഒന്നും പറഞ്ഞില്ല, ഒരു നോയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആൺകുട്ടികൾ ചാടുന്നത് പോലെ, ആൺകുട്ടികൾ ബൈക്ക് ഓടിക്കുന്നത് പോലെ, ആൺകുട്ടികൾ കരാട്ടയും ഗുസ്തിയും അഭ്യസിക്കുന്നത് പോലെ പെൺകുട്ടികളും ഇറങ്ങുമ്പോൾ പെൺകുട്ടികളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഞാൻ ഉൾപ്പെടുന്ന വെറും ഒരു ആൺകുട്ടിയല്ല പറഞ്ഞത്, ഞാനും കൂടെ ചേർന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ സെന്റൻസ് ഇങ്ങനെയായിരുന്നു: ഞാൻ ഉൾപ്പെടുന്ന ആൺവർഗങ്ങൾക്ക്, ആൺകുട്ടികൾ ശരീരം മസിൽ കൊണ്ട്, ബയോളജിക്കലി മസിൽ കൊണ്ട് സ്ട്രോങ് ആണ്. 2, ഞങ്ങൾക്ക് ആൺകുട്ടികൾക്ക് 10 മിനിറ്റ് മതി, മിനിമം ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാണ് അവന്റെ ശരീരത്തിൽ നിന്ന് ബീജം എന്ന സ്പേം പുറത്തേക്ക് വരാൻ. പക്ഷേ 10 മാസക്കാലം അമ്മ എന്ന പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിലാണ് ഈ കുഞ്ഞ് വളരേണ്ടത്. അങ്ങനെയുള്ള ഗർഭപാത്രം കുടുംബമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള പെൺകുട്ടികൾ ഗർഭപാത്രങ്ങളെ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് വേണം കൊണ്ടു നടക്കാൻ. കാരണം എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ ഉണ്ടാകും. പണ്ട് വലിയ വീട്, പണ്ടത്തെ കുടുംബ വീടുകളിലെ ഉമ്മമ്മമാരൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, നീ ചാടരുത്, ഊഞ്ഞാല് ചാടി വീണ് സൂക്ഷിക്കണം, നീ മൂടിടിച്ച് വീണ് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും. പെൺകുട്ടി മൂടിടിച്ച് വീണ് കഴിഞ്ഞാൽ നല്ലൊരു വീഴ്ചയാണ് പെൺകുട്ടിക്കെങ്കിൽ പെൺകുട്ടിക്ക് പിന്നെ അവിടെ നിന്ന് എണീക്കാൻ പറ്റത്തില്ല. പെൺകുട്ടിയുടെ ശരീരം സോഫ്റ്റ് ആണ്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ടാണ് പെൺകുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, പുരുഷന് ഒരു പടി കൂടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പദവി കൂടുതലുണ്ടെന്ന്, പുരുഷന് ഒരു പദവി കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്റ്റാർ എന്നല്ല, അവന് സ്ത്രീയെയും പെൺമക്കളെയും മക്കളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ ഒരു പദവി കൂടെ കൂടുതലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇന്നത്തെ കുറച്ച് സ്ത്രീകൾക്ക് പുരുഷന്റെ സപ്പോർട്ട് വേണ്ട, അവർക്ക് പുരുഷന്റെ സഹായം വേണ്ട എന്ന തലത്തിലുള്ള കാഴ്ചപ്പാട് ഇത് വളച്ചൊടിക്കുകയായിരുന്നു. പക്ഷെ ബയോളജി അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒത്തിരി കുട്ടികളെ സൗജന്യമായി പഠിപ്പിച്ചിട്ട് മെഡിക്കൽ കോളേജ് MBBS പഠിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ പുസ്തകം തന്നെയാണ് ആ കോളേജിൽ പോയി ഈ ലാസ്റ്റ് പ്രസംഗം നടന്ന വേദിയിൽ അവിടെ ഇരുന്ന കുട്ടികളിൽ 50% പേരും ഞാൻ എഴുതിയ പുസ്തകമാണ് +1 +2 പഠിച്ചത്. അപ്പൊ അവർക്ക് അതിന്റെ സയൻസ് അറിയാം. അപ്പൊ ശരീരം വളരെ ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കണം. ആദ്യം ശരീരഭാഗങ്ങൾ വൃത്തിയായിരിക്കണം. 2, അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. 3, അമ്മയാകുന്ന പെൺകുട്ടിക്ക് ശരീരത്തിനകത്തെ ചിന്ത മക്കളെ സ്വാധീനിക്കും. ഞാനത് പ്രത്യേകം പറഞ്ഞു, അമേരിക്കൻ സ്പിരിച്വൽ സയന്റിസ്റ്റ് റിപ്പോർട്ട് ചെയ്തു, ചിന്തകൾ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കും. അമ്മയുടെ ചിന്ത
അപ്പൊ ആൺവർഗത്തിന് 10 മിനിറ്റ് മതി സ്പേം കൊടുക്കാൻ. പക്ഷെ 10 മാസക്കാലം പെൺകുട്ടിയുടെ ഗർഭത്തിൽ കുട്ടി വളരുമ്പോൾ അമ്മയുടെ ചിന്ത മക്കളിൽ ബാധിക്കും. അമ്മയുടെ നല്ല ചിന്തകൾ മക്കൾക്ക് കിട്ടും. അമ്മ ചിന്ത നല്ലതല്ല, പിടിവാശിയാണ്, അല്ലെങ്കിൽ മുൻകോപമാണ്, ദേഷ്യമാണ്, ധാർഷ്ട്യമാണ്, അനുസരണ കുറവാണ്, ഇതൊക്കെ കുട്ടികളിലേക്ക് സ്വാധീനിക്കപ്പെടുമെന്ന് സയൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി 5165 വർഷം മുമ്പ് അഭിമന്യു സുഭദ്രയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ, അർജുനൻ സുഭദ്രയുടെ മടിയിൽ കിടക്കുമ്പോൾ കൃഷ്ണൻ പത്മവ്യൂഹം ഭേദിച്ചു കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സുഭദ്രയുടെ വയറ്റിൽ കിടന്ന അഭിമന്യു കൃഷ്ണൻ പറഞ്ഞ പത്മവ്യൂഹം ഭേദിക്കുന്നത് വയറ്റിൽ കിടന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പൊ അമേരിക്കൻ സ്പിരിച്വൽ സയന്റിസ്റ്റുമാർ പറയുന്നു ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്കെല്ലാം മനസ്സിലാക്കാം. അതുകൊണ്ട് അമ്മ നല്ല രീതിയിൽ ചിന്തിക്കണം, നല്ല വിദ്യാഭ്യാസം, നല്ല പ്രാർത്ഥന, നല്ല വേദം വായ്പ്, നല്ല അറിവ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ത്യയിൽ അത് തെളിയുകയും ചെയ്തു. നല്ല പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടെ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ചിന്ത, നല്ല പ്രാർത്ഥന, നല്ല വായന, നല്ല രീതിയിലുള്ള ഡിസ്കഷൻ, ഇതെല്ലാം നടന്ന് നല്ല ആഗ്രഹത്തോടുകൂടി എനിക്ക് പ്രവാചകനെ പോലെ, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ പോലെ, അല്ലെങ്കിൽ ശങ്കരാചാര്യെ പോലെ, അല്ലെങ്കിൽ അതിന് APJ അബ്ദുൽ കലാമിനെ പോലെ അങ്ങനെ ഏറ്റവും നല്ല മിടുക്കനായ ഒരു കുഞ്ഞുണ്ടാകണമെന്ന് വിചാരിച്ച് നിങ്ങൾ സൃഷ്ടിച്ചാൽ അങ്ങനത്തെ കുട്ടി തന്നെ വരും, ഉറപ്പാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നു, നിനക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ വീഴട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലിൽ വീഴുമെന്ന് ജീസസ് ക്രൈസ്റ്റ് ആ തമ്പുരാന്റെ വചനം പഠിപ്പിച്ചത്. നിനക്ക് അസാധ്യമായ ഒന്നുമില്ല, നീ വിചാരിച്ചാൽ എന്തും നടക്കും. അപ്പൊ നല്ല കുട്ടിയെ സൃഷ്ടിക്കാൻ നീ വിചാരിച്ചാൽ നടക്കും. പക്ഷെ ഇന്നത്തെ ഒരു പിടി പെൺകുട്ടികൾ വിജയ്മാരെയും സൂര്യമാരെയും കരീന കപൂർ, കത്രീന കൈഫ് എന്ന് പറയുന്ന തുണിയില്ലാതെ മോശമായി നടക്കുന്ന സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ സൗന്ദര്യത്തിൽ എനിക്ക് സുന്ദരിയായ മോള് മതി, വെളുത്ത മോള് മതി എന്ന് പറഞ്ഞു വരുമ്പോൾ വെളുത്ത മോള് തന്നെ ഉണ്ടാവും. പക്ഷെ ജ്ഞാനത്തിൽ ആ പെൺകുട്ടി പലപ്പോഴും പുറകിലായിരിക്കുന്ന കാഴ്ച ഇറങ്ങി അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ 5 ലക്ഷത്തിലധികം പേരിൽ സർവേ നടത്തിയും മനസ്സിലാക്കിയും കണ്ടെത്തുന്ന സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വേദികളിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ തർക്കം വരാം. പക്ഷെ ഞാൻ ആദ്യമേ പറയാറുണ്ട്, ജനറലാണ്, 90 എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ 90% അതൊരു സത്യസന്ധമായ സംഗതി തന്നെയാണ്. വളരെ ബെസ്റ്റായിട്ട് നോക്കിയാൽ 2 മക്കളുള്ള അമ്മമാരെ ഒന്ന് പരിശോധിച്ചാൽ മതി. മൂത്ത കുട്ടി പിടിവാശി കുറവും അമ്മയും അച്ഛനെയും സ്നേഹിക്കുന്ന കുട്ടിയാണെങ്കിൽ 3 വർഷം 2 വർഷം ഗ്യാപ്പ് വന്നിട്ടുണ്ടാകുന്ന രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ച് പിടിവാശി കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളൂ, അത് അമ്മ അവിടെ കാണിക്കുന്ന പിടിവാശി അല്ലെങ്കിൽ ആ ദേഷ്യം, അതാണ് രണ്ടാമത്തെ കുട്ടിയിൽ വന്നത്. എന്നാൽ രണ്ടാമത്തെ കുട്ടി ഏറെ നല്ല കുട്ടിയാണെങ്കിൽ ഞാൻ പറയും ആ അമ്മ എന്ന സ്ത്രീ നല്ല മാനസിക സന്തോഷത്തിലാണ് ആ ഭർത്താവിനോടൊപ്പം. കാരണം അവിടെ അതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതൊക്കെ സയന്റിഫിക് സത്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാടുണ്ട് പറയാനും അറിയാനും. പക്ഷെ അറിയാനും അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചു തന്നത്, ഓരോ അറിവുള്ളവനും മനസ്സിലാക്കുക, അവനേക്കാൾ അറിവുള്ളവൻ അവന് മുകളിലുണ്ട്. നീ അറിവ് തേടി നടക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം ഞാൻ കുറച്ചു തരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ജീവിത വിജയം പെട്ടെന്നായിരിക്കുമെന്ന്. അറിവിന് തേടി നടക്കുന്നതിന് പകരം നമ്മുടെ പുതിയ തലമുറ മൊബൈലുകളും അതിനകത്ത് അശ്ലീല ബിറ്റുകളും സിനിമയും സീരിയലും അങ്ങനെ എൻജോയ് ചെയ്ത് ഇന്ന് അടിച്ചു പൊളിക്കാനായിട്ട് നടക്കുമ്പോൾ അവർ നാളെ പരാജയപ്പെട്ടു പോകുമല്ലോ എന്നുള്ള വേദനയും ഉത്കണ്ഠയുമാണ് എന്നെപ്പോലെ ഒരു അധ്യാപകന് ശക്തമായി ശാസിക്കാൻ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗിക്കുന്നത്. ഈ നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളില്, സഹോദരിമാരില്, അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികളിലൊക്കെ ഈ മൂല്യബോധം നഷ്ടപ്പെടുന്നതിന് കാരണമായ വസ്തുതകൾ എന്തായിട്ടാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിട്ടാണ് എനിക്ക് മനസ്സിലായി? തീർച്ചയായിട്ടും മൂല്യബോധം നഷ്ടപ്പെടുന്നതിന് കാരണം കുട്ടി 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5-ാം ഈ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചാനലുകൾ തുറന്നു വെച്ച് ഇന്ന് 150-200 ചാനലുകൾ അല്ലെങ്കിൽ 100 കണക്കിന് ചാനലുകൾ കിടക്കുമ്പോൾ നാഷണൽ ജിയോഗ്രഫി ചാനൽ, ഡിസ്കവറി ചാനൽ, അനിമൽ പ്ലാനറ്റ്, അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള ചാനലുകളും സാംസ്കാരികതയിൽ വർദ്ധിപ്പിക്കുന്ന ചാനലുകളും എണ്ണം കുറച്ച് നല്ല ചാനലുകളുണ്ട്. ആ ചാനലുകൾ കാണുന്നതിന്റെ എണ്ണം മെജോറിറ്റി കുട്ടികളിലും കുറവാണ്. അവർ റിയാലിറ്റി ഷോകളുടെ പുറകിലും മറ്റുള്ള ചാട്ടങ്ങളുടെ പുറകിലും ഫാഷൻ ഷോകളുടെ പുറകിലും ഇങ്ങനെ രസകരമായി കോമാളിത്തരം കാണിക്കുന്നതിലുമായിട്ട് കുട്ടികളുടെ തലയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ ഭഗവത്ഗീത കൃത്യമായി പറയുന്നു, വേദങ്ങൾ പറയുന്നു, കുഞ്ഞിലെ കുട്ടിയുടെ തലയിലേക്ക് കയറുന്ന സാധനം അവിടെ ഇരുന്ന് മുളയ്ക്കും. ഇത് വെളിയിലിരിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ കാണാൻ പറ്റത്തില്ല. അപ്പൊ കുട്ടിയുടെ അതുകൊണ്ടാണ് ഖുർആൻ വീണ്ടും പഠിപ്പിച്ചത്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആ പാരന്റ്സിനോട്, മാതൃത്വം ദിവ്യമാണ്. പക്ഷെ മാതൃത്വം ദിവ്യമാണെങ്കിലും ഉമ്മ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തുമ്പോൾ കൂടെ ആത്മീയതയുടെ ഒരു വിത്ത് കൂടെ ആ കുട്ടിയുടെ ഉള്ളിൽ പാകണമെന്ന് അതാണ് പഠിപ്പിച്ചത്.
അപ്പൊ അത് വീണ്ടും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, 15 വയസ്സിന് മുൻപായി മക്കൾക്ക് ഖുർആന്റെ ആശയം മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് മനസ്സിലാക്കി ജീവിക്കാൻ പറയണം. ഈ 15 വയസ്സിന് മുമ്പിൽ കുട്ടിക്ക് കിട്ടുന്നതേ ജീവിതാവസാനം വരെ ബേസിക് ആയിട്ടിരിക്കും. പക്ഷെ ഇവിടെ ബേസ് എന്ന് പറയുന്നത് സിനിമകളും സീരിയലുകളും പരസ്യങ്ങളും, പ്രത്യേകിച്ച് സിനിമയാണ്, പുതിയ ന്യൂ ജനറേഷൻ സിനിമകളും മറ്റു പല സംഗതികളും. അതിൽ നല്ലതുണ്ട്, ന്യൂ ജനറേഷനിൽ നല്ലതുണ്ട്, നല്ലതുകൾ എടുക്കുക. പക്ഷെ നമ്മുടെ മെജോറിറ്റി കുട്ടികളും പെട്ടെന്ന് മോശങ്ങളിലേക്ക്, നമ്മുടെ ഒരു ബേസിക് ആസക്തിയാണ്, ബേസിക് ഇൻസ്റ്റിങ്, മോശപ്പെട്ടതിലേക്ക് പോകാനുള്ള ഒരു ആസക്തി മനുഷ്യ ജീനുകൾക്കുണ്ട്. അതിനെ തടയണമെങ്കിൽ ഇവിടെ സാറ് ഇത് പറഞ്ഞപ്പോഴേ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരുന്ന നമ്മുടെ ചെറിയ കുരുന്നുകളുടെ ഹൃദയത്തിൽ സ്വാഭാവികമായും ഒരു നല്ല ഫ്യൂച്ചർ ലക്ഷ്യം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ക്രിയാത്മകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നല്ല പങ്കുവഹിച്ച വളരെ സമാധാനപരവും അതുപോലെ തന്നെ സമുന്നതരും അതുപോലെ തന്നെ സാംസ്കാരിക സമ്പന്നരുമായ പല മഹൽ വ്യക്തിത്വങ്ങളും നമ്മുടെ രാജ്യത്ത് നമുക്ക് പിന്നെ സമൂഹത്തിൽ ഈ കുട്ടികളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളുണ്ട്. എന്നിരിക്കെ ഈ നമ്മുടെ അഭിനയം എന്ന ഒരു കലയെ നമ്മൾ മോശപ്പെടുത്തിയിട്ടല്ല പറയുന്നത്, അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ആ അഭിനയം എന്ന കലയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ കൂടുതൽ മറ്റുള്ള നന്മ ഈ കുട്ടികളുടെ ഹൃദയത്തിൽ നന്മ വിതച്ച ആളുകളെ ഈ കുട്ടികളുടെ ഹൃദയങ്ങളിൽ വരുത്തുന്നതിന്, സ്വാധീനം ചെലുത്തുന്നതിന് പകരം പുതിയ ഈ പിന്നെ ഈ പറയപ്പെട്ടതുപോലെയുള്ള അഭിനയങ്ങളെ അതുപോലെ തന്നെ ഈ ഇത്തരം പിന്നെ സംവിധാനങ്ങളെ, സിനിമയെയൊക്കെ ഈ മക്കളുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിൽ ഒരു വല്ലാത്ത പ്രത്യേക പരിഗണന നമ്മുടെ ചില ചാനലുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താ സാർ അഭിപ്രായം? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ കുട്ടികളിലേക്ക് ഇപ്പൊ മദർ തെരേസയെ ഒരു മോഡലാക്കി കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഒരു കുറച്ച് കുട്ടികൾക്ക് എനിക്കും ഈ അമ്മയെ പോലെ സാമൂഹ്യ സേവനം ചെയ്യണം, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി കാണിച്ചാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള സാംസ്കാരിക നായന്മാര് സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജീവൻ ബലിയർപ്പിച്ച മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ, അവരുടെ ജീവിത കഥകൾ അതെല്ലാം വായിപ്പിക്കുകയും കുട്ടിയിൽ ചെറുതിലെ തന്നെ അങ്ങനെയുള്ള ബോധം ജനിപ്പിച്ചെടുക്കുകയും ചെയ്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുട്ടി 5ാം ക്ലാസ്സിന് UP സ്കൂളിൽ കയറുന്നതിന് മുൻപായിട്ട് ആ കുട്ടിയുടെ ഹൃദയത്തിൽ അവൻ ആരായി തീരണം എന്ന ഒരു ഉറച്ച ആഗ്രഹം ജനിപ്പിക്കുകയും മാതാപിതാക്കളും അധ്യാപകരും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടിയെ എൻകറേജും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ആ കുട്ടി അവൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ആ ഉന്നതമായ നിലയിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ ഇതുണ്ട് എങ്കിലും വളരെ ഇഫക്റ്റീവായിട്ട് എത്ര ചാനലുകൾ മദർ തെരേസയുടെ ക്വാളിറ്റിയെ കാണിക്കുന്നു, എത്ര ചാനലുകൾ പ്രവാചകന്റെ ക്വാളിറ്റികളെ കുറിച്ച് കാണിക്കുന്നു, എത്ര ചാനലുകൾ ജീസസ് ക്രൈസ്റ്റിന്റെ ക്വാളിറ്റികളെ കുറിച്ച് കാണിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കുന്ന സംസ്കാരമാണ് പലപ്പോഴും കേരളത്തിൽ പലയിടത്തും കാണപ്പെടുന്നത്. അപ്പൊ ബുക്കുകൾക്കകത്ത് ചിലയിടത്ത് പലപ്പോഴും പ്രവാചകന്മാരെയും അല്ലെങ്കിൽ ആചാര്യന്മാരെയും ഗുരുദേവന്മാരെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന പുതിയ ആധുനികവൽക്കരണം നടക്കുമ്പോൾ അതിനകത്തേക്ക് വ്യത്യസ്തപരമായി ചിന്തിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റുകയും കുട്ടികളുടെ പഠന പ്രക്രിയയിൽ വൈകല്യം ഉണ്ടാക്കുന്നതുമായ കുറച്ച് പ്രവർത്തനങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നു. കുട്ടിക്ക് ട്രെയിൻ എടുത്ത് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം അഭിനയവും, മിക്കവാറും എല്ലായിടും അഭിനയമായി കഴിഞ്ഞു. സിനിമ മാത്രമല്ല, പലയിടത്തും അഭിനയങ്ങൾ മാത്രമായി, സത്യസന്ധത മാത്രമേ വിജയിക്കൂ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം മാത്രമേ വിജയിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള ആ മേഖല തിരഞ്ഞെടുക്കാനും അവനിൽ ഉത്തമ പൗരബോധം, സാമൂഹ്യ ബോധവും മൂല്യപ്രതിബദ്ധതയും എപ്പോഴും ഉണ്ടാവണം. ആ ഒരു മൂല്യബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രതിബദ്ധത ഉണ്ടാവണം ജനങ്ങളോട്, സമൂഹത്തിനോട്, രാജ്യത്തിനോടുള്ള ഒരു പ്രതിബദ്ധത, ആ മൂല്യബോധം. ഇതെല്ലാം കുഞ്ഞിലെ ഡെവലപ്പ് ചെയ്തെടുത്താൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ മക്കൾ അല്ലെങ്കിൽ ആ യുവതലമുറ ഏറ്റവും നല്ല തലത്തിലെത്തും. ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ക്ലാസ്സുകളിൽ ഞാൻ പെൺകുട്ടികളോട് പറഞ്ഞ ഇതാണ്, ആൺകുട്ടികളോടും പറഞ്ഞ ഇതാണ്, ഇന്നു മുതൽ 3 വർഷക്കാലം അമ്മയോടും അച്ഛനോടും, അല്ലെങ്കിൽ ഇന്നു മുതൽ കുറെ വർഷക്കാലം അമ്മയോടും അച്ഛനോടും കള്ളത്തരം പറയാതിരുന്നു. ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, കഴിഞ്ഞ 1 വർഷത്തിനകത്ത് സ്വന്തം മാതാപിതാക്കളെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ കൈപൊക്കാൻ പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും 1 കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. ഇവിടെ ഈ വിമൻസ് കോളേജിൽ പോലും 1000 കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് 2 കറുത്ത കുട്ടികളാണ് കൈപൊക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, യഥാർത്ഥ സുന്ദരികൾ ഈ കുട്ടികളാണ്. അല്ലാതെ വേഷം കെട്ടി അഭിനയിച്ച് ത്രെഡിങ്ങും പ്ലക്കിങ്ങും നടത്തി ഡ്രസ്സിങ്ങും നടത്തിയിട്ട് സ്വന്തം മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ 4 ഇരട്ടി പറ്റിക്കുന്ന മക്കൾ നിങ്ങളുടെ അകത്തു നിന്ന് ജീൻ മോഡിഫിക്കേഷനുകൾ ഉണ്ടാകും. അത് ഞാൻ തെളിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു.
അപ്പൊ ആ കുട്ടികളിൽ ചെറുതിലെ തന്നെ സത്യസന്ധത വളർത്തുകയും അവരിൽ സാമൂഹ്യ പ്രതിബദ്ധതയും മൂല്യബോധവും വളർത്തി UP സ്കൂളിലോട്ട് അവളെ തയ്യാറാക്കിയെടുത്താൽ കേരളത്തിലെ നന്മ, കേരളം ഏറ്റവും നല്ല സംസ്ഥാനമാണ് ഇന്ത്യയിലെ, ഏറ്റവും നല്ല നന്മയുള്ള കുട്ടികളും ഏറ്റവും നല്ല മിടുക്കരും. ഇവിടെ ഏതെങ്കിലും ഒരു മിടുക്കന് കുട്ടിയുണ്ടെങ്കിൽ അപ്പൊ അമേരിക്ക പൊക്കി കൊണ്ടുപോകും. അതാണ് ഗൂഗിൾകാർ 70 ലക്ഷം രൂപയും കൊടുത്ത് കേരളത്തിലെ MTech പയ്യനെ കൊണ്ടുപോയി, അതുപോലെ നാസ കൊണ്ടുപോയി. ഇവിടെ മിടുക്കന്മാര് വന്ന് അവന്മാരെ അപ്പം മറ്റു രാജ്യക്കാർ പൊക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കളെ മിടുക്കനായി വളർത്തി കഴിഞ്ഞാൽ അവര് തന്നെയാണ് വിജയിക്കുന്നത്. പക്ഷെ ഈ മൂല്യബോധം കുറയുമ്പോൾ കുട്ടി പലപ്പോഴും തലമുടിയും വെട്ടിയിട്ട് ആൺകുട്ടി പെൺകുട്ടിയുടെ വേഷവും കെട്ടി, പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷവും കെട്ടി നടക്കുമ്പോൾ ബൈബിളും ഖുർആനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെയോ പെൺകുട്ടികൾ ആൺകുട്ടികളുടെയോ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന്. ഞാൻ അതാണ് എടുത്തു കാണിച്ചത്. ജീൻസ് ധരിക്കരുതെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് മക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ജീൻസ് ധരിക്കാം. ജീൻസ് ചൂട് കൂടിയതാണ്. അപ്പം ഗൾഫ് കൺട്രികളിലാണെങ്കിൽ ശരി, ഇന്ത്യയിലാണെങ്കിലും ശരി, ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ മെയിൽ സെക്സ് ഓർഗന് ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ സ്പേംസ് ഇനാക്റ്റീവ് ആവും, കൗണ്ട് കുറയും. ഇപ്പൊ ഈ ടെക്നോളജികൾ കൂടി വരുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചു നോക്കിയുള്ളൂ, കേരളത്തിൽ ആശുപത്രികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ പല ആശുപത്രികളുടെയും ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബോർഡ് ഗൈനക്കോളജിക്ക് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്നാണ്. മുമ്പ് ഉമ്മാമ്മമാർക്കും അപ്പൂപ്പന്മാരും ഉപ്പാപ്പമാരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ. പക്ഷെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. കാരണം കുട്ടി 3ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് തൊട്ട് മൊബൈലിൽ അശ്ലീലം കണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള സ്പേംസും അവന്റെ ആരോഗ്യവും നല്ല അവസ്ഥകളെല്ലാം നഷ്ടപ്പെട്ട് അവൻ ഒരുതരം പ്രാകൃതാവസ്ഥകളിൽ എത്തുകയാണ്. യഥാർത്ഥ സമയത്തെത്തുമ്പോൾ അവന് നല്ല തരത്തിലുള്ള സ്പേംസ് ഇല്ലാത്ത അവസ്ഥയിൽ എത്തുന്നു. എല്ലാരുമല്ല, ഒരു പിടിപ്പേര്. ഇത് വൻ നാശത്തിലേക്ക് കലാശിക്കും. അപ്പൊ അത് ബോധവൽക്കരിക്കുക എന്നുള്ളത് ഒരു ബയോളജി അധ്യാപകനും ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും ഒരു തുള്ളി അറിയാമെന്നുള്ള നിലയിലും, അത് വായിച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു തുള്ളി അറിയാമെന്നുള്ള നിലയിലും അവരെ ബോധവൽക്കരിക്കുന്നു. എനിക്കിപ്പോ 10 ലക്ഷത്തിലധികം ഉണ്ട്. കഴിഞ്ഞ 8 വർഷത്തിന്റെ ഉള്ളിൽ കൊണ്ട് 10 ലക്ഷത്തിലധികം എന്റെ ലിസണേഴ്സ് ഉണ്ട്. എന്റെ ക്ലാസ്സുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു യാത്രയിൽ നടന്ന സംഭവത്തിലല്ല, ഞാൻ മൊത്തം എന്റെ ക്ലാസ്സുകളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഞാൻ കാണുന്നത്, എന്റെ കോളേജ് ഉൾപ്പെടെ ഞാൻ പലയിടത്തും കാണുന്നത്, ആൺകുട്ടികളാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ. പെൺകുട്ടികൾ കള്ളം പറയുന്നതിൽ എനിക്ക് ഞെട്ടി. കാരണം ഒരമ്മയെ അറിയേണ്ടത് പെൺകുട്ടിയാണ്. കാരണം മാസാമാസമുള്ള മാസമുറ പോലും പെൺകുട്ടിക്കും അമ്മയ്ക്കും ഒരേപോലെ വരുമ്പോൾ അമ്മ എന്തുമാത്രം ദുഃഖിക്കുന്നു എന്ന് പെൺകുട്ടി അറിയണം. നന്മയുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമേ നല്ലൊരു അമ്മയായി മാറാൻ കഴിയൂ. അപ്പൊ പെൺകുട്ടി പോലും അമ്മയെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആൺകുട്ടി കള്ളം പറയുന്നത് തെറ്റാണ്. പക്ഷെ ആൺകുട്ടിയേക്കാൾ ഉയർന്ന തലത്തിലാണ് പെൺകുട്ടി നിൽക്കേണ്ടത്. കാരണം അവൾ അമ്മയാകേണ്ടതാണ്. ഈ പെൺകുട്ടി കള്ളം പറയുന്നവരായി മാറുന്നു എന്ന് കണ്ടപ്പോ കമ്പാരിറ്റീവ്ലി ആൺകുട്ടികളാണ് കുറെ കൂടെ നന്മയുള്ളവർ പെൺകുട്ടികളെക്കാൾ എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്. അത് എവിടെയും പറയാൻ ഞാൻ തയ്യാറാണ്. അല്ലെ പെൺകുട്ടികൾ മൊത്തം മോശം എന്നല്ല പറഞ്ഞത്. പെൺകുട്ടികളാണ് കൂടുതൽ നന്മയുള്ളവരാകേണ്ടത്. പക്ഷെ അത് പലയിടത്തും പണ്ടത്തെ അമ്മൂമ്മമാര് കഞ്ഞി വെച്ചാൽ ബിരിയാണി വെച്ചാൽ അയൽവക്കത്തും നാട്ടിലും എല്ലാം ആൾക്കാരെ വിളിച്ചു കൊടുക്കും. പക്ഷെ ഇന്നത്തെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ മെജോറിറ്റിയും സ്വാർത്ഥത കൂടിയ പെൺകുട്ടിയായി മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന മക്കൾ അതേ തരത്തിലുള്ള ജീൻ ആക്ടിവിറ്റിയിലൂടെ മാറാം. അപ്പൊ നന്മ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നന്മ കൊണ്ടുവന്ന് കേരളത്തെ നന്മയുടെ സംസ്ഥാനമായി തിരിച്ച് മഹാബലി ചക്രവർത്തി ഭരിച്ചതുപോലെ സത്യസന്ധമായ ഒരു സംസ്ഥാനമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു. അതാണ് സത്യം. സാർ ഇപ്പോ ഇത് പറഞ്ഞപ്പോ ഇവിടെ ഈ ചർച്ച അന്നത്തെ സാറിന്റെ പൊതുപരിപാടിയും അതുപോലെ തുടർന്ന് നടന്ന ചർച്ചയിലും അവതാരകന്റെ ഒരു ശൈലി നമുക്ക് തോന്നിയത്, ഈ സാർ ഇത് പറയുമ്പോഴൊക്കെ ഒരു ആധ്യാത്മിക മേഖലയുമായി ബന്ധപ്പെട്ട ബൈബിളോ അല്ലെങ്കിൽ ഖുർആനോ രാമായണോ ഇതുപോലത്തെ ഒരു വിഷയം എടുത്ത് ഉദ്ധരിക്കുമ്പോഴത്തേക്ക് ഇയാൾ ശുഭിതനാകുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തേണ്ടുന്ന ഒരു ശൈലി പരിധിയിൽ നിന്ന് കൊണ്ടല്ല തീർച്ചയായും ആ ഒരു ഇന്റർവ്യൂ, ആ ഒരു ചർച്ചയും അദ്ദേഹം നിയന്ത്രിച്ചത് അല്ലെങ്കിൽ നടത്തിയത് എന്ന് അത് കാണുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാവുന്ന വളരെ അക്രമാസക്തമായ ഒരു രൂപത്തില് അങ്ങയെ വിളിച്ച് വരുത്തി അക്രമാസക്തമായ ഒരു രൂപത്തിൽ പ്രതികരിക്കുകയും അതുപോലെ തന്നെ കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഏറ്റവും ചുരുങ്ങിയത് അങ്ങയുടെ പ്രായത്തെയെങ്കിലും മാനിക്കാനുള്ള ഒരു പക്വത കാണിക്കേണ്ടിയിരുന്നു എന്ന സാമാന്യ കേരളീയ സമൂഹത്തിന്റെ വിലയിരുത്തല് വളരെ പ്രസക്തമാണ്
സത്യമാണെന്നാണ് പൊതുവെ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മറ്റൊരു വിഷയം പറയുന്നത്, സ്വാഭാവികമായും അങ്ങയുടെ ആ സംസാരത്തെ ഒരു പ്രതിഷേധ സ്വരത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയെയും യഥാർത്ഥത്തിൽ മീഡിയ കാണിക്കുകയുണ്ടായി. ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിംഗ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ദോഷമായി വരുന്ന ഒരു ഡ്രസ്സിംഗ് സംസ്കാരമാണെന്ന് ഇപ്പോ എനിക്ക് അങ്ങയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു യഥാർത്ഥത്തിൽ അവിടുന്ന് ഇറങ്ങി നടക്കുന്നത് കണ്ടത്. ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹനം നൽകി സമൂഹത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ ചില ചാനലുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങക്ക് എന്താ പറയാനുള്ളത്? മോനെ, ആ പെൺകുട്ടിയായാലും ശരി, ഈ അവതാരകനായിട്ടുള്ള മകനായാലും ശരി, എനിക്ക് അവര് എന്റെ മക്കൾക്ക് തുല്യത തന്നെയാണ്. കാരണം ഒരു അധ്യാപകനെ സംബന്ധിച്ച് തന്റെ കുട്ടികൾ എന്ന് പറയുന്നത് മക്കൾക്ക് തുല്യരാണ്. കുട്ടികളുടെ രണ്ടാമത്തെ പാരന്റ്സ് ആണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ആ കോളേജിലെ തന്നെ ടീച്ചേഴ്സിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. പിന്നെ ആ വേദിയിൽ ആ ചാനലിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ അവസരം തരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ആർക്കൊക്കെ വേണ്ടി അദ്ദേഹം സംസാരിക്കുന്ന ഒരു വ്യഗ്രതയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ എനിക്ക് അയാളോട് വിരോധമില്ല. കാരണം ജനം ഇത് കാണുകയും ജനം സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം കേരളത്തിന്റെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. അവർ സാവധാനം അല്പം സമയമെടുത്താണെങ്കിലും സത്യം മനസ്സിലാക്കും. സത്യം അത് പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു ഈ ചാനൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചാനലുകൾ, നല്ല ചാനലുകൾ ധാരാളമുണ്ട്. പക്ഷെ എനിക്കിപ്പോ പുതിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരെണ്ണം, പുതിയ തലമുറയിലെ പലർക്കും ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും കത്തിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നും അമ്പലവും പള്ളിയും ചർച്ചുകളും ഇടിച്ചു നിരത്തി കളഞ്ഞാലും കൊള്ളാമെന്നും ഇതൊന്നും ഇവർക്ക് ആവശ്യമില്ല എന്നും ഇവരെ മുഴുവൻ അങ്ങ് അഴിച്ചു വിടണമെന്നും അവർക്ക് ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പോലും രാത്രി ഞാൻ യൂറോപ്പിൽ പര്യടനം നടത്തിയപ്പോൾ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലൊന്നും പെൺകുട്ടികളോ പെണ്ണുങ്ങളോ ഒന്നും റോഡിലില്ല. 100% കുട്ടികളിൽ നോക്കാൻ ശ്രമിച്ചപ്പോൾ 95% യൂറോപ്യൻ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഇല്ല. ഇവിടെ നേരെ തിരിച്ചാണ്. പിന്നെ പാരീസിൽ ഞാൻ കണ്ടത് മാത്രമാണ് രാത്രി പെണ്ണുങ്ങൾ കറങ്ങി നടക്കുന്നത്, ആണുങ്ങൾ നടക്കും. അപ്പൊ ഒരു പാരീസ് സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു വ്യഗ്രതയുടെ ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് സത്യത്തിൽ തോന്നിയത്. കാരണം വേദങ്ങൾ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഏതൊക്കെ ചിലയിടത്ത് കാടൻ പരാമർശം എന്ന് പറഞ്ഞത്. വേദങ്ങളില് ശാലീന സുന്ദരിയെ ആദരം പിടിച്ചു പറ്റുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ബൈബിൾ വചനമാണ്. അത് ബൈബിൾ വചനം മനസ്സിലാക്കാത്ത കുട്ടി, ഞാൻ ബൈബിളിലാണ് കോട്ട് ചെയ്തത്. അതുപോലെ ഖുർആൻ വചനം, അതുപോലെ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല അർത്ഥം. സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. കുട്ടിയിലെ അച്ഛന്റെയും വലുതാവും ഭർത്താവിന്റെയും പിന്നെ വയസ്സാവുമ്പോൾ മകനും ഒക്കെ കൂടെ ഉണ്ടായി അമ്മയായ സ്ത്രീയെ സംരക്ഷിച്ച് എപ്പോഴും അവർക്ക് ആശ്വാസമായി നടക്കേണ്ടവളാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവത്ഗീത ഇഷ്ടമല്ല. അപ്പൊ പുതിയ തലമുറയിൽ കുറെ പേർക്ക് ഈ വേദങ്ങളെല്ലാം കള്ളത്തരങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ശൈലിയിലേക്ക് കാര്യം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ തന്നെ ഇതില്ലാതാക്കി എങ്ങനെയെങ്കിലും ഈ വേദങ്ങളെയും ആചാര്യന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം കള്ളമായിരുന്നു എന്നും ഇതൊന്നും ശരിയല്ല എന്നും തെളിയിക്കാനായിട്ട് ഒരു വിഭാഗം നടക്കുമ്പോഴാണ് ഞാൻ ബയോളജി സയൻസിലൂടെ വേദങ്ങൾ സത്യമാണ്, വേദങ്ങളിലെ വചനങ്ങൾ സയന്റിഫിക് ആണെന്ന് തെളിയിക്കാനായി ഞാൻ ഒറ്റയാൾ പട്ടാളം ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ നടക്കുന്നത്. അപ്പൊ എന്നെ ഒതുക്കുകയാണെങ്കിൽ പിന്നെ ബയോളജിക്കലി സയന്റിഫിക് സത്യങ്ങൾ പുറത്തു വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെയോ ചർച്ചകൾ എവിടെയൊക്കെയുണ്ട്. പക്ഷെ എല്ലാ ചാനലും മോശമെന്ന് ഞാൻ പറയില്ല, എല്ലാം നല്ലതാണ്. നമ്മുടെ ഒരു അമ്മയും മോശപ്പെട്ട കുട്ടിയെ പ്രസവിക്കുന്നില്ല. എല്ലാ ചാനലുകളും എല്ലാ മീഡിയകളും എല്ലാ മാധ്യമങ്ങളും എല്ലാവരും നല്ലവരാണ്. കാരണം ഇത് ആപേക്ഷികമാണ്. ഇന്നലത്തെ മോശപ്പെട്ട പയ്യൻ കുട്ടി നാളെ നല്ലവനാകാം. നമുക്ക് വാൽമീകി മഹർഷിയുടെ കാര്യം അറിയാമല്ലോ. രാമായണം എഴുതിയ അദ്ദേഹം പണ്ട് കൊള്ളക്കാരനായിരുന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹം എന്ന് പറയുന്നത് രാമായണം രചിക്കപ്പെട്ടത്. പ്രവാചകനായ മുഹമ്മദ് നബി 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ജിബ്രീൽ മാലാഖ വരികയും അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും കൊടുത്തത് അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ നന്മയാണ്. ജനങ്ങൾക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരം പോലും മറ്റുള്ളവർ വന്ന് വിളിക്കുമ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ നന്മയുള്ള ആളിന്റെ അടുത്തേക്ക് മാലാഖയെ ദൈവം അയക്കും. അപ്പൊ നന്മകളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ തലത്തിൽ നന്മയുള്ളവരെ ദൈവം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വേദം ഖുർആൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ബൈബിളും ഖുർആനും ഭഗവത്ഗീതയും എല്ലാം സ്നേഹം തന്നെയാണ് പഠിപ്പിക്കുന്നത്, നന്മ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അത് സയന്റിഫിക്കലി സത്യമെന്ന് ഞാൻ പറയുന്നത്, കേരളത്തിൽ സയന്റിഫിക്കലി സത്യം എന്ന് പറയുന്നത് ഞാൻ മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വേറെ ആരും സയന്റിഫിക്കലി ബയോളജിക്കലി ഈ 3 വേദവും കൂടെ ചേർത്ത് പറയുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ സയന്റിഫിക് സത്യങ്ങളെ ഉടച്ചു വർത്താൽ
ഇതില്ലാതാക്കാം. ഇവിടെ സ്വാഭാവിക സാറിപ്പോ പറഞ്ഞപ്പോ ഇപ്പൊ ഒരു പിന്നെ യേശുക്രിസ്തുവിന്റെയും അതുപോലെ പറഞ്ഞപ്പോ കൂട്ടത്തിൽ സാർ ഒരു വിഷയം പറഞ്ഞു, മുഹമ്മദ് നബിയുടെ 40-ാം വയസ്സിന്റെ വിഷയം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിൽ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈ 40-ാം വയസ്സിൽ ഒരു മാലാഖ വന്ന് പിന്നെ ഖുർആൻ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രവാചകന്റെ പിന്നെ ജീവിതം മുതൽ, അതായത് ജനനം മുതൽ ആ ഒരു 40 വയസ്സ് വരെ വളരെ സുരക്ഷിതവും പിന്നെ അതുപോലെ തന്നെ സമ്പൂർണമായി മറ്റുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെട്ട രൂപത്തിൽ തന്നെയായിരുന്നു എന്ന് ചരിത്രപരമായി പറയപ്പെടുന്നുണ്ട്. പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്റെ വിഷയം അതല്ല സാർ. ഇവിടുന്ന് ഇപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഈ പെൺകുട്ടികളുടെ ഈ പിന്നെ മൂല്യച്യുതി സംഭവിക്കുന്നതിന് കാരണമായ പല സംഭവങ്ങളും മീഡിയകളിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിൽ നേരത്തെ സാറിന് ഇന്റർവ്യൂ നടത്തിയ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങളായി ഈ ചാനലിലെ പല പിന്നെ പരിപാടികളും വീക്ഷിക്കുന്ന ഒരാളാണ്. അതില് ഒരു നമുക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞാല് അതിൽ അവതരിപ്പിക്കുന്ന ഒരു സംഭവം ഈ കൗതുക ലോകം എന്ന രൂപത്തില് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോ ഇതില് ഏതൊരു പരിപാടി അവർ നടത്തിയിട്ടുണ്ടെങ്കിലും അതില് അശ്ലീലങ്ങളും അതുപോലെ തന്നെ മണിയറ രഹസ്യങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതൊരു കൗതുകമായിട്ട് ജനങ്ങളുടെ പിന്നെ പാവപ്പെട്ട പിന്നെന്താ പറയാ കേരളീയ സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതില് അവര് ഒരു വല്ലാത്ത ഒരു ആവേശം കാണിക്കുന്നതായിട്ട് തോന്നിയിട്ട് ഒന്നിലല്ല, പലപ്പോഴും പല പരിപാടികളിലും ആവർത്തിച്ച് വരുന്ന ഒരു രൂപം നമുക്ക് കാണാവുന്നത്. ഇത് ഒരു ചാനലില്ല, പല ചാനലുകളിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമൂഹത്തെ ബോധവൽക്കരണം നടത്താൻ അങ്ങക്ക് പറയാനുള്ളത്? തീർച്ചയായും ഞാൻ ഇപ്പൊ കൗതുക ലോകം ഞാൻ ന്യൂസ് കാണാറുണ്ട്. എനിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല, അതുകൊണ്ട് കൗതുക ലോകം ഞാൻ കണ്ടിട്ടില്ല. അതൊരു സത്യമാണ്. എനിക്ക് അങ്ങനെ ചാനലിൽ ഫുൾ ടൈം ഇരിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടാറേ ഇല്ല. ഞാൻ പലപ്പോഴും ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുമ്പോൾ 11 മണിയാവും, പിന്നെ രാവിലെ എണീറ്റ് പോകും. അങ്ങനെ എനിക്ക് ചാനലുകൾ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. കൗതുക ലോകം ഞാൻ വിചാരിച്ചു വേറെ ഏതോ ചാനലിലായിരിക്കും എന്നത്. അപ്പൊ ഈ കൗതുക ലോകം ഞാൻ കണ്ടിട്ടില്ല. ആവാസ ചാനലുകൾ എന്ന് പറയുന്ന കുറച്ച് സംഗതികൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മോനെ, ഇടയ്ക്ക് ഡയാന രാജകുമാരി മരിച്ചത് എന്തുകൊണ്ടാണ്? പടയാളികൾ എന്ന് പറയുന്ന കുറെ വ്യക്തികൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അവർ തുളഞ്ഞു കയറാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ആസക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായി ജനിച്ച കാലം തൊട്ടുള്ള ഒരു ആസക്തി, മദ്യാസക്തി, ലൈംഗിക ആസക്തി, അതുപോലെ തന്നെ മോശപ്പെട്ട വസ്തുക്കൾ കാണാനുള്ള ആസക്തി. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ചൂഷണം ചെയ്യാം. അതൊരു ഉപഭോഗ വസ്തുവായി എടുത്തുകൊണ്ട് ചാനലുകളിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചാനലുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പോൾ ആ സമയത്ത് മൂല്യങ്ങൾ കാണിക്കുകയോ പ്രാർത്ഥന വയ്ക്കുകയോ മറ്റു കാര്യങ്ങൾ വയ്ക്കുമ്പോൾ യുവതലമുറയ്ക്ക് കാണേണ്ടത് അടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. മൂടി വെച്ചിരിക്കുന്നതിനകത്ത് എന്താണുള്ളത് എന്ന് കാണാനുള്ള കൗതുകം എപ്പോഴും കുഞ്ഞു മനസ്സ് മുതൽ വാർദ്ധക്യമുള്ള മനസ്സ് വരെ സ്വാഭാവികമായി മെജോറിറ്റി വ്യക്തികളിലും ഉണ്ടാകും. പക്ഷേ അച്ചടക്കവുമുള്ള മാനസികവും ശാരീരികവുമായ അച്ചടക്കവും ആത്മീയ ബോധവും ഉള്ള വ്യക്തികൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. ഞാനതുകൊണ്ട് പല ക്ലാസ്സുകളിലും പറയുന്നത് കുട്ടികളെ വളർത്തുമ്പോൾ മാനസികവും ശാരീരികവുമായി അച്ചടക്കമുള്ളവരും അതുപോലെ അല്പം ആത്മീയ ബോധമുള്ളവരുമായി വളർത്തുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് APJ അബ്ദുൽ കലാം സാർ കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളെ ആത്മബോധമുള്ളവരാക്കി മാറ്റുക കൂടെ വേണം. ആ ആത്മബോധം പലപ്പോഴും ഞാൻ ശരീരമാണെന്നുള്ള ചിന്തയിലാണ് നടക്കുക. ഈ ശരീരം എന്ന ചിന്തയിൽ നടക്കുമ്പോൾ ശരീരത്തിന് നമ്മൾ കൂടുതൽ മേക്കപ്പുകൾ വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കണ്ണുകൾ കൗതുകപരമായ കാര്യങ്ങൾ എവിടെയാണോ കാണിക്കുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് കാണാനുള്ള കൗതുകം കൂടുകയും അതിലൂടെ മോശപ്പെട്ടത് വരികയാണെങ്കിൽ ഈ മോശപ്പെട്ടത് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് കയറി മൈൻഡിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പലരും ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്ന സംഗതികൾ, ബെഡ്റൂം സീക്രട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സംഭാഷണങ്ങൾ, ഹിഡൻ ക്യാമറ. ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് ഹിഡൻ ക്യാമറയും ഹിഡൻ റെക്കോർഡിങ്ങും ഒക്കെ കൊണ്ടുപോയതിനു ശേഷം അവരോട് വളരെ വിദഗ്ധമായി സ്നേഹപരമായി സംസാരിച്ചിട്ട് രഹസ്യം ചോർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് പബ്ലിക്കാക്കി മാറ്റുക. ഇതൊക്കെയെന്ന് പറയുന്ന ഒരു അധർമ്മമായിട്ടുള്ള വളരെ ചീപ്പ് പ്രവർത്തനമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. കൗതുക ലോകങ്ങളിൽ ഒരു പക്ഷേ മൃഗങ്ങളാലും കൗതുകകരമായ നല്ലതും കാണാം, കൗതുകകരമായ
പുതിയ മൃഗങ്ങളോ പുതിയ തരത്തിലോ ഉണ്ടാകാം. അപ്പൊ എല്ലാം നമുക്ക് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത്, നല്ലതും ചീത്തയും നിറഞ്ഞതാണ് നമ്മുടെ സമൂഹവും ജീവിതവും. അതിൽ നല്ലതുകളെ എടുക്കാൻ വ്യക്തി പ്രാപ്തമായിരിക്കണം. എന്തെങ്കിലും പരാജയം വന്നിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് എന്തെങ്കിലും പരാജയം വന്നിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ ഗവൺമെന്റിനെയും പോലീസിനെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവനവൻ തന്നെയാണ് അവനവനെ ശ്രദ്ധിക്കേണ്ടത്. അതാ ഭഗവത്ഗീത പറയുന്നത്, അവനവനെ ഉയർത്താൻ പരിശ്രമിക്കണം. അവനവനെ മദ്യം ഉപയോഗിച്ചോ മറ്റേത് രീതിയിലും തകർക്കാൻ ശ്രമിക്കരുത്. അതിൽ ഇന്റലക്ച്വലി ഡെവലപ്ഡ് ആണ്. അപ്പൊ ആ തരത്തിൽ അവനവനെ സംരക്ഷിക്കണം. അപ്പൊ നമ്മുടെ കൂടുതൽ സമയങ്ങളും യുവതലമുറയിൽ പഠനവും ഭാവി ജീവിതവും. അതുപോലെ തന്നെ എഴുതി കാണിച്ചു, സത്യസന്ധരെ മന്ത്രി MLA ആവുള്ളൂ എന്ന് പറഞ്ഞാൽ കളിയാക്കി. ഞാൻ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഭാവിയിൽ ഇനി വരാൻ പോകുന്നത് സത്യസന്ധർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിജയ ചാൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുക. കള്ളൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെയായാലും വില പോകും. ഇപ്പൊ ഞാൻ മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും സത്യങ്ങളാണ്. കള്ളം പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പരാജയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സത്യം പറയാൻ എവിടെയും മടിക്കേണ്ട ആവശ്യമില്ല, എവിടെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നും നിലനിൽക്കുന്നത് ഒരു സത്യം തന്നെയാണ്. സത്യം പറയുകയും സത്യം അനുഷ്ഠിക്കുകയും സത്യത്തിലൂടെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആവുമ്പോൾ ഈ ലോകത്ത് ആര് സത്യം പറഞ്ഞാലും അവരെല്ലാരും സത്യത്തിലൂടെ ജീവിച്ചാൽ സത്യവിശ്വാസി തന്നെയാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ സമൂഹം വളരെ ആക്രമിക്കപ്പെടുകയും അതുപോലെ തന്നെ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെ മറികടക്കുന്നതിനാവശ്യമായ സ്ത്രീ സുരക്ഷിതത്വവും സംരക്ഷണത്തിനും ആവശ്യമായ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ, ആ സത്യം തിരിച്ചറിഞ്ഞ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു വിഷയം പറയുമ്പോഴത്തേക്കാണ് ഈ ചാനലുകളിലെ ആളുകൾക്ക് പ്രകോപിതരാകുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? ഈ സ്ത്രീ യഥാർത്ഥത്തിൽ ശക്തി പ്രാപിക്കേണ്ടത് അത് അവളുടെ അറിവിലാണ്, അവളുടെ പെരുമാറ്റത്തിലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പെൺകുട്ടി അവളുടെ നോട്ടം കൊണ്ട് പോലും മറ്റൊരു ആൺകുട്ടിക്ക് ഒരു പോസിറ്റീവ് സൈൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവനുമായി കമ്പനിയിലായി അവൻ ബൈക്കിൽ കയറെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി അവന്റെ പുറകെ ബൈക്കിൽ കയറി എവിടെയെങ്കിലും കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് അവനെ മാത്രം കുറ്റം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ആ പെൺകുട്ടി തന്നെ ശ്രദ്ധിക്കണം. പിന്നെ അവന് മറ്റു പലർക്കും കാഴ്ചവെച്ച് ഈ പെൺകുട്ടികളെ നശിപ്പിക്കുന്നു. പലപ്പോഴും പെൺകുട്ടികൾ നല്ല കുട്ടികളാണ്, പക്ഷെ ഈ പറയുന്ന അവർക്കുള്ള XX ക്രോമസോം എന്ന് പറയുന്നത് 2 X ക്രോമസോമാണ്. ആൺകുട്ടികൾക്ക് XY ക്രോമസോമാണ്. അതുകൊണ്ട് ബുദ്ധി ഷാർപ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ആൺകുട്ടികൾക്കാണ്. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. പെൺകുട്ടികൾ നല്ല കുട്ടികളാണ്, നല്ല സ്നേഹമാണ്. പക്ഷെ പെൺകുട്ടി ശക്തിയാകേണ്ടത് അറിവിലും ജ്ഞാനത്തിലുമാണ്, അവളുടെ നോട്ടത്തിലായിരിക്കണം. ഈ പെൺകുട്ടി കൂക്കിട്ടത് ഞാൻ ഈ പറഞ്ഞ വാക്കിലാണ്. ഒരു പെൺകുട്ടി ശക്തിശാലിയാകേണ്ടത്, ഒരു പെൺകുട്ടി പവർഫുൾ ആവേണ്ടത് അവളുടെ കണ്ണുകളിൽ അഗ്നിയായിരിക്കണം. വേണ്ടാത്ത ആൾക്കാരോ വ്യക്തികളോ ആ പെൺകുട്ടിയുമായി സഹകരിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അവളുടെ നോട്ടത്തിലൂടെ ആ വ്യക്തി മാറിപ്പൊക്കോളും. അപ്പൊ നോട്ടം ശക്തമായിരിക്കണം, അവളുടെ വാക്കുകൾ ശക്തമായിരിക്കണം. ഒറ്റ വാക്ക് പെൺകുട്ടി പറഞ്ഞാൽ മതി. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയും ഇവിടെ ആരും പീഡിപ്പിക്കുന്നില്ല, ആരും നശിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സ്ത്രീയുടെ പീഡനങ്ങളെ കുറിച്ച് മാത്രമേ പുറത്തു പറയുന്നുള്ളൂ. എത്രയോ പുരുഷന്മാരും ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? എത്രയോ മലബാർ ഏരിയകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ നല്ല പിഞ്ച് ആൺകുട്ടികളെയാണ് പലരും എടുത്തുകൊണ്ട് പോയി പീഡിപ്പിക്കുന്നത്. പല പയ്യന്മാരെയും പല ആണുങ്ങളെയും പല വീടുകളിലും ആണുങ്ങൾ പീഡനം അനുഭവിക്കുന്നു. പക്ഷെ അഭിമാന ബോധം ഓർത്താണ് തുറന്നു പറയുന്നില്ല. പകരം അവര് ബാറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മദ്യാസക്തിയിലേക്ക് പോകുന്നു, അവന്റെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നു. ആണുങ്ങളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ യഥാർത്ഥം ഇങ്ങനെ കിടന്ന് അടിക്കുകയാണെങ്കിൽ തെരുവിൽ ഇനി ഇത് വൻ ഗുസ്തിയായി മാറും. സ്ത്രീ വിരോധികളും പുരുഷ വിരോധികളും പരസ്യമായി തെരുവിൽ അടിയിലേക്ക് ഇറങ്ങും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സ്ത്രീയെ ജ്ഞാനിയായി മാറ്റുക. അവർ പവർഫുൾ ആ സ്ത്രീ ജ്ഞാനമുള്ളവരാണ്, എല്ലാവരും അല്ല. പക്ഷെ ഈ ജ്ഞാനം അവരുടെ ഉള്ളിലേക്ക് വർദ്ധിപ്പിച്ചാൽ, ഇന്നത്തെ പുതിയ തലമുറയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കോളും. പെൺകുട്ടികളിൽ പലർക്കും മെജോറിറ്റിക്കും വേഷത്തിനോടാണ്, വേഷം കിട്ടുന്നതിനും അല്ലെങ്കിൽ മേക്കപ്പ് ഇടുന്നതിനുമാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. പഠന പ്രക്രിയകളിലും നന്മ പ്രക്രിയകളിലും കുറവാണ്. എല്ലാവരും അല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏതിനാണോ നിരന്തരം ഒരു 40 ദിവസം ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ 41ാമത്തെ ദിവസം അവന്റെ ജീൻ ആക്റ്റീവായിരിക്കും. അവൻ പിന്നെ മദ്യപാനിയായി മാറും. പിന്നെ അത് നിർത്തണമെങ്കിൽ 40 ദിവസം കുടി നിർത്തി അവന്റെ ഉള്ളിൽ മാറ്റിയെടുക്കേണ്ടി വരും. 10 ദിവസം നിങ്ങൾ മൂക്കിനകത്തേക്ക് വിരലിട്ട് നോക്കിക്കോളൂ,
11ാമത്തെ ദിവസം നിങ്ങൾ പോലും അറിയാതെ കൈ മൂക്കിലേക്ക് പോകും. അത് ജീൻ മോഡിഫിക്കേഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 10 ദിവസം നെഗറ്റീവായി ചിന്തിക്കുകയും 10 ദിവസം കൂക്കിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പ്രവാചകന്മാരായാലും ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും 40 ദിവസം ധ്യാനിക്കാൻ പോയി, ഗുഹയിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ ഒരു പുതിയ വ്യക്തിയായി മാറി വരാൻ പറ്റും. അപ്പൊ നമ്മൾ നിരന്തരമായി നന്മയകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീനുകൾ ആക്ടിവേറ്റ് ചെയ്ത് നന്മകളായി മാറും, പവർഫുള്ളായി മാറും, സ്ട്രോങ് ആയി മാറും. അങ്ങനെ പെൺകുട്ടികളെ ശക്തിശാലിയായി ആർജവമാക്കി മാറ്റിയെടുത്ത് പുറത്തിറങ്ങിയാൽ ഒരു വിധത്തിലും ആ പെൺകുട്ടികൾക്ക് പീഡനം അനുഭവിക്കേണ്ടി വരില്ല. എന്നാലും 90-95% ഞാൻ പറഞ്ഞത് കുടിയന്മാരിൽ ലഹരി ആസക്തിയുള്ള ആണുങ്ങളെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും പീഡിപ്പിക്കുന്ന പെൺകുട്ടികളെ, 2 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. അതൊക്കെ സത്യമാണ്. അത് ആ ആണുങ്ങളിൽ ഈ വ്യക്തികളിൽ ലഹരി ആസക്തി കൂടിക്കിടക്കുന്നതുകൊണ്ട് അവരുടെ ജീൻ ആ തലത്തിൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല പവർഫുൾ ബോധവൽക്കരണങ്ങൾ നമുക്ക് കൊടുക്കാമെങ്കിൽ, സാധാ ബോധവൽക്കരണം വെറും കൗൺസിലിംഗ് അല്ല, പവർഫുൾ. ആ പവർഫുൾ ബോധവൽക്കരണത്തിലൂടെ ഇവരുടെ ഉള്ളിലേക്ക് ആ വാക്കുകൾ തട്ടിക്കയറും. അതാണ് നമ്മൾ എല്ലാവരും അവിടെ കണ്ടത്. ഞാൻ വിമൻസ് കോളേജ് എല്ലാം എന്നോട് ചോദിച്ചു, വേദി മാറിപ്പോയി, പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലാണോ ഇത് പറയേണ്ടതെന്ന്. എനിക്ക് വേദി മാറിയില്ല. കൊല്ലം വിമൻസ് കോളേജിൽ ഇതുപോലെ പറഞ്ഞപ്പോ കൊല്ലം വിമൻസ് കോളേജിലെ ഒരു പെൺകുട്ടി കയറി വന്ന് പറഞ്ഞത് അവൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുന്നു. ഇന്നലെ വരെ അവളുടെ അച്ഛനെ അറിഞ്ഞില്ല, പറ്റിച്ചതിന്റെ കുറ്റബോധം അവൾ ഓപ്പണായി തുറന്ന് കുമ്പസരിക്കുകയായിരുന്നു. വിക്ടേഴ്സ് ചാനൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ തന്നെ കയറി പെൺകുട്ടികളെ ബോധവൽക്കരിക്കുക. അങ്ങനെ ബോധവൽക്കരിച്ച് എനിക്ക് യഥാർത്ഥത്തിൽ നാഷണൽ അവാർഡ് തരേണ്ടതല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ആൺകുട്ടികളുടെ കോളേജിൽ കയറിയെന്നാണോ പെൺകുട്ടികളെ കുറ്റം പറയേണ്ടത്? യഥാർത്ഥത്തിൽ സാറിന്റെ ഈ ചർച്ച പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ് യഥാർത്ഥത്തിൽ ഈ ചർച്ച നടക്കുമ്പോ ഈ ചർച്ചയുടെ അവതാരകന് തന്നെ ഈ ബയോളജിക്കലായിട്ട് പിന്നെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി പിന്നെ ജീവിക്കേണ്ടത് അത് അവരുടെ ജീവിത പിന്നെ രൂപമൊക്കെ ആയിട്ട് ക്രമപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് അത് പിന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കെ തന്നെ അതിനെ മറികടക്കാൻ ആരൊക്കെയോ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല തീർച്ചയായും അതെല്ലാവർക്കും മനസ്സിലായതായിട്ട് പലരും പറഞ്ഞു. മാത്രമല്ല ആ ചർച്ചയിൽ അങ്ങ് പിന്നെ പരിപാടിയിൽ വെച്ച് ഇറങ്ങിപ്പോയ ഒരു കൊച്ചിന്റെ ആ ഡ്രസ്സിങ് ഈ പറഞ്ഞ പോലെ ജീൻസ് ഒക്കെ ധരിച്ച ഒരു രൂപത്തിലുള്ള പിന്നെ ഒരു കൊച്ചായിരുന്നു. ചിലപ്പോ ആ കൊച്ചിന്റെ മനോ അവസ്ഥ അതുകൊണ്ടായിരിക്കാം പിന്നെ പെട്ടെന്ന് എന്താ പ്രതികരണം ഉണ്ടായത്. ഏതാണെങ്കിൽ ആ കൊച്ചിന് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിന്റെ നന്മയെ തിരിച്ചറിഞ്ഞ് ഒരു നല്ല ആ വേദിയിൽ വെച്ച് തന്നെ ഞാൻ സോറി പറഞ്ഞിരുന്നു. അതാരും റെക്കോർഡ് ചെയ്ത് കാണിച്ചില്ല. വിക്ടേഴ്സ് ചാനൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേദിയിൽ വെച്ച് തന്നെ ലാസ്റ്റ് പറഞ്ഞു, ആർക്കെങ്കിലും എനിക്ക് നല്ല കൈയടിയായിരുന്നു എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ. എല്ലാ കുട്ടികളും അവിടെ ആ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുട്ടികൾ കൈ ഉയർത്തി കാണിക്കുന്ന ഒരു ക്ലിപ്പിംഗ് കാണിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും മറ്റു പെൺകുട്ടികളൊക്കെ കൈ ഉയർത്തി. അതെന്താണെന്ന് വെച്ചാൽ ഇന്നു മുതൽ അവര് മരിക്കുന്നവരെയും സ്വന്തം മാതാപിതാക്കളോട് കള്ളം പറയില്ല എന്ന് ഉറച്ച് സത്യം ചെയ്യാൻ കഴിയുന്നവർ കൈപൊക്കാൻ ഞാൻ ചോദിക്കുന്നതാണ്. അപ്പൊ അവരത്രയും കൈപൊക്കി. ഈ അരമണിക്കൂർ പ്രവർത്തനത്തിലൂടെ ആദ്യം കൈപൊക്കാൻ ഇല്ലായിരുന്ന കുട്ടികൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാപിതാക്കളോട് കള്ളം പറയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് കൈപൊക്കുന്ന കാഴ്ചയാണത്. രണ്ടാമത് ഒരു പെൺകുട്ടി ആൺകുട്ടി പോലും അമ്മയ്ക്കും അച്ഛനും ഒരു ഉള്ള ചോറ് പോലും ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കുകയോ അവർക്ക് ആഹാരം കൊടുക്കുകയോ ചെയ്യുന്നില്ല. രണ്ടാമത് സത്യം ചെയ്യിപ്പിച്ചു, ഇന്നു മുതൽ നിങ്ങളുടെ ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഉള്ള സമയത്ത് അവർക്ക് നിങ്ങൾ ഒരുള്ള ചോറെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്കുള്ള ആഹാരം മാറ്റിവെച്ചിട്ട് ഇന്നു മുതൽ ആഹാരം കഴിക്കൂ എന്ന് ഉറച്ച് സത്യം ചെയ്യാൻ കഴിയുന്നവർ ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ കൈപൊക്കുന്നതാണ് രണ്ടാമത്തെ കൈപൊക്കൽ. ആ കൈപൊക്കലാണ് കാണിച്ചത്. അപ്പൊ ആ പ്രഭാഷണം കഴിഞ്ഞോടെ അവിടെ ഇരുന്ന 90% കുട്ടികളെയും പെൺകുട്ടികളെയും മാതാപിതാക്കൾ കിട്ടി. അത് വെളിയിൽ വന്നില്ല. അപ്പൊ പെൺകുട്ടികളുടെ കോളേജിൽ കയറി തന്നെ പെൺകുട്ടികളോട് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞ് പെൺകുട്ടികളെ നന്മയുടെ വഴിയിലേക്ക് നയിച്ച എനിക്ക് എന്താ തരേണ്ടേ എന്നിട്ട് എനിക്ക് എന്താ തന്നത്? അതെ, ഇവിടെ അങ്ങനെ ഒരു സ്വഭാവം ചില ചാനലുകളിൽ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. ഇത് ഇങ്ങനെ ഒരു വൈകാരിക പ്രകടനം നടത്തുന്നത് ഈ ചാനലിൽ ഇത് ഫസ്റ്റിലൊന്നും നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ 1994 സാറ് അറിഞ്ഞെന്നറിയില്ല, അതായത് ഇവിടെ ഹജ്ജ് വേളയിൽ സൗദിയിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി. മിനയിൽ ഒരു തിക്കും തിരക്കിൽപ്പെട്ടിട്ട് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടിലുള്ള ആളുകളൊക്കെ ചാനലുകളിലൂടെ നമ്മുടെ ഉറ്റവരാരെങ്കിലും ഒക്കെ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ന്യൂസുകൾ പിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആക്സിഡന്റിനെ കുറിച്ച് ഈ ചാനൽ പ്രതികരിച്ചത്, അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഈ രൂപത്തിലായിരുന്നു: ദൈവസന്നിധാനത്തിൽ ചവിട്ടും തൊഴിയുമേറ്റ് ചത്തൊടുങ്ങേണ്ടി വരും എന്ന് കരുതിയായിരുന്നില്ല അവരൊന്ന് മക്കയിലേക്ക് പോയത്.
അപ്പൊ നോക്കി ഒരാളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾ ഇത് ഫസ്റ്റിലൊന്നല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാർ ഇതൊക്കെ പറയുമ്പോഴും തന്റെ ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പറയപ്പെടുന്നത് എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സാറിന്റെ പോലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവര് ഈ നിലവിലെ കമ്പോളവൽക്കരണം അത്രത്തോളം സ്വാധീനിച്ചത് കൊണ്ട് പെട്ടെന്ന് അവർക്ക് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്ത അത്രയും വലിയ സ്വാധീനം ഈ ചാനലുകളിലൂടെ മീഡിയകളിലൂടെ ഒക്കെ എന്തായിട്ടുണ്ട്, നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് ഇവരെ ഒരു നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗം ഒന്ന് പറഞ്ഞു കൊടുത്താലും നന്നായിരുന്നു സാറിന്റെ അഭിപ്രായത്തിൽ. തീർച്ചയായും ഞാൻ അതിന് തന്നെ പറഞ്ഞോട്ടെ. ഞാന് ഒരു ചാനലിനും എതിരല്ല, ഒരു മീഡിയക്കും എതിരല്ല. എല്ലാത്തിലും നല്ലതുണ്ട്, എല്ലാത്തിലും ചീത്തയുണ്ട്. ഒരു കുട്ട തക്കാളി വാങ്ങിച്ചാലും ഒരു കുട്ട ആപ്പിൾ വാങ്ങിച്ചാലും ഒരു കുട്ട ഓറഞ്ച് വാങ്ങിച്ചാലും നല്ലത് ഒരുപാടുണ്ട്, അളിഞ്ഞത് കുറച്ചുണ്ട്. ജനം തിരിച്ചറിയട്ടെ, വ്യക്തികൾ അവരവർ തന്നെ തിരിച്ചറിയട്ടെ നല്ലത് ഏത് ചീത്തയേത് എന്ന്. 2, പെൺകുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ സദാചാര ബോധം കുട്ടികളിൽ വളരണമെങ്കിൽ ലൈംഗിക ആസക്തി കുറയണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള മദ്യാസക്തി, വേണ്ടാത്ത ആസക്തികൾ കുറയുകയും സദാചാര ബോധം കുട്ടികളിൽ കൂടുതലായി വളരുകയും ചെയ്യണമെങ്കിൽ ഉറപ്പായും കുട്ടികൾ വേദം പഠിച്ചേ പറ്റൂ. വേദ പഠനങ്ങളിലൂടെ മാത്രമേ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠനം കൊണ്ടോ ഹിസ്റ്ററി, ജോഗ്രഫി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പഠനം കൊണ്ടോ ഒന്നും സദാചാര ബോധം കുട്ടികളിൽ വളരില്ല. സദാചാര ബോധം എന്ന് പറയുന്നത് കുട്ടികളിലും വ്യക്തികളിലും കൂടണമെങ്കിൽ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ അരമണിക്കൂർ സമയമെങ്കിലും അച്ഛനും അമ്മയും മക്കളും കൂടെ ചേർന്നിരുന്നുകൊണ്ട് വീട്ടിൽ വേദം, അവനവൻ വിശ്വസിക്കുന്ന വേദഗ്രന്ഥം, അത് ബൈബിളോ ഖുർആനോ ഭഗവത്ഗീതയോ ഗുരുനാനാക്കിന്റെയോ ശ്രീബുദ്ധന്റെ ആരാവട്ടെ, ഞാൻ പറയും എല്ലാം വായിക്കണമെന്ന് പറയാം. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എല്ലാം വായിക്കുക. ചൈനയിൽ പോയി പോലും അറിവ് നേടാനായി അദ്ദേഹം പഠിപ്പിച്ചതിന് കാരണം എല്ലാം വായിക്കുക, അതിൽ നിന്ന് നന്മകളെല്ലാം എടുക്കുക. അങ്ങനെ നന്മകൾ എടുത്തു കഴിയുമ്പോൾ നീ നന്മയുള്ള വ്യക്തിയായി മാറും. ഞാൻ പല ക്ലാസ്സുകളിലും പറയുന്നത്, നിനക്കൊരു നല്ല മകൻ ഉണ്ടാകണമെങ്കിൽ ആ മകൻ ആരെപ്പോലെ ഇരിക്കണമെന്നും ഞാൻ പറയാറുണ്ട്. എന്റെ കോളേജിന്റെ പിതാവാണ് ശ്രീ ശങ്കരാചാര്യൻ. 16ാമത്തെ വയസ്സിൽ സർവജ്ഞ പീഠം കയറിയ മനുഷ്യൻ. ആ 16 വയസ്സുകൊണ്ട് അദ്ദേഹം വേദജ്ഞാനിയായി മാറിയത് ആ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ അറിവ്, അച്ഛന്റെ പ്രാർത്ഥന, അച്ഛന്റെ അറിവ്, ജ്ഞാനി, ഈ ഒരു സംസ്കാരം. അപ്പൊ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് ശങ്കരാചാര്യരുടെ ബുദ്ധിയും ക്രിസ്തുദേവനാണ് ഏറ്റവും കൂടുതൽ സഹനത ശക്തി. എന്നുവെച്ചാൽ അത്രയും പീഡിപ്പിച്ചു ജനം. കർത്താവിന്റെ സൃഷ്ടിയായ ആ ജീസസ് ക്രൈസ്റ്റിന്റെ സഹനതയും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സാഹോദര്യവും സ്നേഹവും, ദെൻ ശ്രീബുദ്ധന്റെ ഏറ്റവും കൂടുതൽ സാഹോദര്യവും സ്നേഹവും കാണിച്ച് പഠിപ്പിച്ചിരിക്കുന്ന, സഹോദരനെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചകൻ. അങ്ങനെ സാഹോദര്യവും സ്നേഹവും അതുപോലെ ശ്രീബുദ്ധന്റെ ആത്മസംയമനവും കൂടെ ചേർന്ന് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ വരും തലമുറയ്ക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വരും തലമുറയിലെ ഇന്നത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും വേദം അരമണിക്കൂറെങ്കിലും ഡെയിലി വായിച്ച് പഠിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലെ നന്മകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവനിൽ അത് ഉറയ്ക്കുകയും ഇവന്റെ നല്ല ജീനുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഒരമ്മയും മഹാത്മാഗാന്ധിയെയോ ബിൻ ലാദനെയോ ഇന്നത്തെ തലത്തിലുള്ളവരെ പ്രസവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. മഹാത്മാഗാന്ധി കുഞ്ഞിലെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷെ ഒരമ്മ പ്രസവിച്ചത് MK ഗാന്ധിയാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. പിന്നെ അദ്ദേഹം സത്യസന്ധനായി നന്മ പ്രവർത്തിച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ കൊടുത്ത പേരാണ് മഹാത്മാ. അതുപോലെ നിന്റെ മക്കള്, നാട്ടിലെ മക്കള്, ജനങ്ങൾ, പുതിയ തലമുറ നന്മയുള്ളവരായി മാറണമെങ്കിൽ അകത്ത് സത്യസന്ധത ഉണ്ടാകണം, നന്മയുണ്ടാകണം, വേദം പഠിക്കണം. അരമണിക്കൂർ നേരമെങ്കിലും വീട്ടിൽ വേദം ചർച്ച ചെയ്യണം. 23 അരമണിക്കൂറും നീ അടിച്ചു പൊളിച്ചോളൂ. പക്ഷെ അരമണിക്കൂർ നേരമെങ്കിലും ചെറുപ്പക്കാരായ കുട്ടികൾ അവരവരുടെ വേദവും മറ്റുള്ള വേദങ്ങളും വായിച്ചു പഠിക്കുകയും അത് ചർച്ച ചെയ്യുകയും അതിലെ നന്മകൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്താൽ ആ കുട്ടികളിലെ നന്മയുള്ള ജീനുകളെല്ലാം ആക്ടിവേറ്റ് ആവുകയും അത് അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. അതാണ് ബയോളജി സയൻസിൽ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ ബൈ ലാമാർക്ക്. ലോക പ്രശസ്തനായ ലാമാർക്ക് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ജീൻ ബാപ്റ്റിസ്റ്റ് ഡി മോണറ്റ് ലാമാർക്ക്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ഞാൻ ഈ തെളിയിച്ചത്, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. സിനിമ കാണരുതെന്നൊന്നും ഞാൻ പറയില്ല,
പക്ഷെ അതിന് നന്മ എടുക്കണം. ഒരു ഡാൻസ് കണ്ടിട്ട് വന്നാൽ പോരാ. 1500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബോധിധർമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, തമിഴ്നാട്ടിലെ ബോധിധർമ്മൻ, ചൈനയിലെ മാർഷ്യൽ ആർട്സിന്റെ ആചാര്യനായ ബോധിധർമ്മൻ, 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള വ്യക്തി. അയാളുടെ DNA ഒരു കഷ്ണമെങ്കിലും ഇന്ന് കിട്ടിയാൽ, ഇവിടെ വിമൻസ് കോളേജിൽ ഞാനത് പറഞ്ഞു, ആ DNA കഷ്ണം വെച്ചുകൊണ്ട് ബയോടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് അതുപോലത്തെ മിടുക്കനായ കുട്ടിയെ ഇന്ന് സൃഷ്ടിക്കാമെന്ന കണ്ടുപിടുത്തമാണ് ഒരു സിനിമയിലെ ബേസിക് പ്രമേയം. പക്ഷെ അത് പലരും മനസ്സിലാക്കിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികളുടെ നന്മയുള്ള ജീനുകളെ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ജീനുകൾ വരും തലമുറയിൽ അവരുടെ മക്കളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള നിലയിൽ മക്കളെ തലമുറയെ വേദം വായിച്ച് പഠിക്കാൻ അരമണിക്കൂറെങ്കിലും ചെയ്താൽ അവർക്ക് ഒരിക്കലും വഴിതെറ്റില്ല. അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവൂ. അവർക്ക് നന്മയുള്ള മക്കൾ, ആ മക്കളെ കൊണ്ട് അവർ സ്വർഗീയമായ ജീവിതം നയിക്കും. കുടുംബം തന്നെയാണ് സ്വർഗം. അത് കഴിഞ്ഞിട്ട് പടച്ചവന്റെ അടുത്തേക്ക് പോകുന്നത് ശരീരം കൊണ്ടല്ല, അകത്തുള്ള ആളാണ് പോകുന്നത്. അത് ഉയർന്ന തലമാണ്. ആദ്യം ഇവിടം സ്വർഗമാക്കാനും ജീവിതം കുടുംബവും സ്വർഗമാക്കാനും ഓരോരുത്തരും ശ്രമിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. ഒരൊറ്റ വിഷയം കൂടെ സാറ്, ഇപ്പോ നമ്മൾ മീഡിയകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ, നന്മകളെ സ്വാധീനം ചെലുത്തിയ വിഷയങ്ങളാണ് ലഹരികളൊക്കെ. ഇവിടെ നമുക്ക് സാറിന് അറിയായിരിക്കും, നമ്മുടെ കേരളത്തിലെ ഒരു പ്രഗത്ഭ മതപണ്ഡിതനായ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ നേതൃത്വം നൽകുന്ന SSF എന്ന വിദ്യാർത്ഥി സംഘടന പാൻ മസാലക്കെതിരെയും അതുപോലെ തന്നെ ലഹരികൾക്കെതിരെയും നിരന്തരം സമരം നടത്തുകയും അങ്ങനെപ്പോലുള്ള ആളുകളുടെയൊക്കെ നല്ല ഇടപെടലുകളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പല പ്രവർത്തനങ്ങളും വളരെ വിജയകരമായി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാൻ മസാലക്കെതിരെ നടത്തിയ സമരം കേരളീയ സർക്കാർ തന്നെ പല സ്ഥലങ്ങളിലും പാൻ മസാല നിരോധിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബർ 31 കേരളത്തിലെ ഒരുപാട് ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ പൂർണ്ണമായും ഔട്ട്ലെറ്റുകൾ അടച്ചുകൊണ്ട് സഹകരിക്കേണ്ട വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തികച്ചും അക്രമരഹിതമായ ഒരു സമരം നടത്തിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ സമൂഹം നന്മകളെ തിരിച്ചറിയാൻ സന്നദ്ധരാണ് എന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇത്തരം സമരങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറെ പോലുള്ള ആളുകളുടെ ഇത്തരം മുന്നേറ്റങ്ങളെ പൂർണ്ണമായും ഹൃദ്യമായി സ്വീകരിക്കുന്ന നല്ലവരായ കേരളീയർ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്ന സന്തോഷ വാർത്ത സാറുമായി പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ സാറുടെ ഈ യാത്രയുമായി അനുബന്ധമായി ഉണ്ടായ വിഷയങ്ങളെ വളരെ വേദനയോട് കാണുകയും അതിനെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത സുഹൃത്തുക്കളോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും ഈ വർദ്ധിച്ചു വരുന്ന ലഹരി, ഖുർആനും ബൈബിളും എല്ലാം പറയുന്നുണ്ട്, മദ്യം നിഷിദ്ധമാണ്, മദ്യം ഹറാമാണ്, മദ്യം എല്ലാ കുറ്റകൃത്യങ്ങളുടെയും താക്കോലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മദ്യാസക്തി അവന്റെ ബോധത്തിനെ തന്നെ നശിപ്പിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല മനോഹരമായ ശരീരം, മനോഹരമായിട്ടുള്ള ജീവിതം. ഈ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ആരാണ് ഞാൻ? ഇവിടെ എങ്ങനെ സ്വർഗം പണിയാം? പക്ഷെ അതിന് പകരം ലഹരിയും അടിച്ചുകൊണ്ട് ഓടയും ചാനലിലും ഈ തെരുവ് പട്ടികകളെക്കാൾ ഗതികെട്ട അവസ്ഥയിൽ നമ്മൾ റോഡിൽ കിടക്കുമ്പോൾ എനിക്ക് ഖുർആനിൽ പറഞ്ഞ മസീഹുദ് ദജാൽ വന്നു തുടങ്ങി കഴിഞ്ഞതായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഈ എല്ലാ പീഡനങ്ങളിലും, എല്ലാ വൃത്തികെട്ട പെരുമാറ്റങ്ങളിലും, എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലും ഈ ബോധം പോയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പാൻ മസാല ഗവൺമെന്റ് കുറെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് വീണ്ടും. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൂർണ്ണമായും ഈ മദ്യത്തിനെ നിർത്തലാക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മദ്യം നിർത്തലാക്കിയാൽ വ്യക്തികൾ മണ്ണെണ്ണയും പെട്രോളും ഒക്കെ കുടിച്ചു തീർക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഈ നെയിൽ പോളിഷ് റിമൂവർ, അതുപോലെ തന്നെ മറ്റു കിട്ടുന്ന ഗ്യാസ് കുറ്റി, വീട്ടിലെ ഗ്യാസ് കുറ്റി തുറന്ന് മൂക്കിൽ വെച്ച് വലിക്കുന്ന പയ്യന്മാരുണ്ടെന്ന് കേൾക്കാറുണ്ട്. കാരണം ആകെ മെന്റലായിക്കൊണ്ട് പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ കേരളം സാന്താനമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, കേരളം ഇന്ന് മെന്റൽ പേഷ്യൻസിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്താണ്. ലോകത്തിൽ 1-ാം സ്ഥാനം. പല വീടുകളിലും മെന്റൽ പേഷ്യൻസ് ആവുന്നതിന് കാരണം, മെന്റൽ ഇംബാലൻസ് ആവുന്ന കാരണം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ പലർക്കും പറ്റുന്നില്ല. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ ആധ്യാത്മിക പഠനം, വേദ പഠനത്തിലൂടെ മാത്രമേ പറ്റൂ. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിന് ലോകം കീഴടക്കാൻ പറ്റും. അപ്പോ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ നിയന്ത്രണം പോലും ഇല്ലാതാക്കുന്ന ഈ പാൻ മസാലകളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട്
സ്വന്തം ജീവിതം നശിപ്പിക്കുമ്പോൾ, ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കൌൺസിലറാണ്. എക്സൈസ് കമ്മീഷണർമാർ, ജോയിന്റ് കമ്മീഷണർ, എക്സൈസ് സിഐമാർ, അസിസ്റ്റന്റ് കമ്മീഷണർമാരൊക്കെ എന്നെ വിളിച്ചിട്ട് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ എത്രയോ, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, എറണാകുളത്ത് എത്രയോ സ്കൂളുകളിൽ പയ്യന്മാര് സ്റ്റേജിൽ കയറി വന്നിട്ട് സത്യം ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഓഫീസേഴ്സിനെ അറിയാം എറണാകുളത്തെല്ലാം. ഞങ്ങൾ ഇനി മേലാൽ ശംഭു ഉപയോഗിക്കില്ല, ഫാൻ പരാഗ് ഉപയോഗിക്കില്ല എന്ന നഗ്ന സത്യം കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് എന്റെ ക്ലാസ്സുകളിലൂടെ കുട്ടികൾ സത്യം ചെയ്യുന്നത് മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഏരിയകളിലെ സാക്ഷികളുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് ഉണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോ അങ്ങനെ നമുക്ക് നല്ല ബോധവൽക്കരണങ്ങളിലൂടെ ഈ ലഹരികളെ ഒഴിവാക്കാനും കുട്ടികളെ ഏറ്റവും നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പക്ഷെ എപ്പോഴും നമ്മൾ സമരം ചെയ്യുമ്പോൾ അക്രമരഹിതമായിട്ടായിരിക്കണം. അല്ലാതെ നമ്മൾ തല്ലിപ്പൊളിച്ചും വീട് വാഹനങ്ങൾ കത്തിച്ചും അല്ലെങ്കിൽ കരിയോയിലുകൾ ഒഴിച്ചും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അക്രമവാസനയോടുള്ള ആ പ്രതികരണത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. മൂല്യം പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ, മൂല്യബോധനം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞ തരത്തിലുള്ള അഹിംസാരഹിതമായിട്ടുള്ള, നമുക്ക് ധർണയിരിക്കാം, നമുക്ക് സത്യാഗ്രഹം ഇരിക്കാം, നിരാഹാര സത്യാഗ്രഹം ഇരിക്കാം. ഏറ്റവും മുൻപിൽ നിരാഹാരം കിടക്കാൻ ഞാൻ തയ്യാറാണ്, കിടന്ന് മരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് അക്രമം ഇല്ലാതാക്കണം. ഒരിക്കലും അക്രമങ്ങളും അതുപോലെ തന്നെ തീവ്രവാദങ്ങളും കൊണ്ടൊന്നും നമുക്ക് നന്മ കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും അമ്പലവും പള്ളിയും ഒന്നും പൊളിക്കാനും ബോംബ് വെച്ച് തകർക്കാനും ഉള്ളതല്ല. ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും അമ്പലവും പള്ളിയും എല്ലാം വിശുദ്ധങ്ങളാണ്. അവിടെ നമുക്ക് സ്വതന്ത്രമായി സ്വസ്ഥമായി പ്രാർത്ഥിക്കണം. ഞാൻ അമ്പലവും ചർച്ചിലും അമ്പലത്തിലും ഞാൻ പോകുന്ന ആളും ഞാൻ റംസാൻ നോമ്പ് പിടിക്കുന്നതായിട്ടുള്ള ഒരു ഹിന്ദുവും കൂടെയാണ്. 2007 തൊട്ട് എന്റെ കുടുംബത്തിൽ ഒരുപാട് കഷ്ടാവസ്ഥകളും പ്രവാചകൻ അനുഭവിച്ചതിനേക്കാൾ, എനിക്ക് അങ്ങനെ തന്നെ പറയാം, അതിനേക്കാൾ ഒരുപാട് കഷ്ടാവസ്ഥകളും എന്റെ ജീവിതത്തിൽ വന്നു. 2007 ഞാൻ എന്റെ ആറ്റിങ്ങിലുള്ള ഒരു ജുമയിൽ എന്റെ പീഡനങ്ങൾ മാറ്റി സത്യം തെളിയിക്കാനായിട്ട് ഒരു സത്യം ചെയ്തു. അന്ന് ഞാൻ റംസാൻ നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഞാൻ ചർച്ചുകളിൽ പോകുന്നുണ്ട്. എന്റെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ചർച്ചുകളിലുമാണ് എന്റെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ നടന്നിരിക്കുന്നത്. അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. എല്ലാ വ്രതങ്ങളും ഞാൻ എടുക്കും. അങ്ങനെ ഒരു തരത്തിൽ സത്യസന്ധമായി എല്ലാ പ്രാർത്ഥനകളും നേർച്ചകളും എല്ലാ വ്രതങ്ങളും ഒറ്റ ദൈവത്തിലേക്ക് എത്തുന്നതാണ്. ആ തരത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നമുക്കൊരിക്കലും അക്രമത്തിലൂടെ എല്ലാം നേടിയെടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് സമരം ചെയ്യാം. അത് ധർണകളാകാം, നിരാഹാരമാകാം. അക്രമരാഹിത്യത്തെയാണ് ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിലേക്കുള്ളതും അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്പ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്റെ പിന്തുണയും ഉണ്ട്. അത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. നല്ല പ്രവർത്തനങ്ങളോടൊപ്പം എപ്പോഴും എന്റെ ജീവനും ശരീരവും എല്ലാം കൂടെ ഉണ്ടായിരിക്കും. അതിന് യാതൊരു സംശയം. നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതായത് സോഷ്യൽ നെറ്റ്വർക്കിൽ അങ്ങയുടെ ഈ വിഷയത്തിൽ നല്ല പ്രതികരണം നടത്തിയ ഒട്ടനവധി പേരുകളുണ്ട്. അവർക്ക് വേണ്ടി സാർ നേരിട്ട് ബന്ധപ്പെടാൻ മാർഗമില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടി സാറിന് പറയാനുള്ള വാക്ക്. എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ആ ഒരു അല്പം ബിറ്റ് മാത്രം കണ്ടാൽ പോരാ, ബാക്കി മുഴുവൻ എവിടെയെങ്കിലും എന്റെ ക്ലാസ്സുകളോ എന്റെ ഇപ്പൊ ഈ പ്രഭാഷണങ്ങൾ ഇപ്പം വിക്ടേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും യൂട്യൂബുകളിലൂടെ അല്ലെ നേരിട്ടോ ഏതെങ്കിലും രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. കാരണം നിങ്ങൾ സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടതെന്നും ധർമ്മത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചതെന്നും നിങ്ങൾ ശക്തമായി ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നും അത് സത്യത്തിന് വേണ്ടി നിങ്ങൾ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, അക്രമം കണ്ടു കഴിഞ്ഞാൽ, ഒരു അധർമ്മം കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് തടയണമെന്നും, അതിന് കഴിഞ്ഞില്ല എങ്കിൽ നാക്കുകൊണ്ട് തടയണമെന്നും, അതിനും കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് ആ മോശപ്പെട്ട പ്രവർത്തനം ചെയ്തവരെ വെറുക്കുകയെങ്കിലും വേണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും അത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ആര് തന്നെ എനിക്ക് വേണ്ടി നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിറ്റ് കണ്ടിട്ട് പോലും എന്നെ വിശ്വസിച്ച് നന്മയോടെ പ്രവർത്തിച്ച നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പത്തിനെ എനിക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. അപ്പൊ ബാക്കി കൂടെ കാണുകയും മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കുകയും ഇപ്പൊ ഈ നടന്ന ഇന്റർവ്യൂ തന്നെ നിങ്ങൾ മുഴുവൻ കേൾക്കാനും മനസ്സെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ സത്യത്തിന്റെ ഏറ്റവും മേൽത്തട്ടിലെത്തി നിൽക്കുന്നവരായി നിങ്ങൾക്ക് തന്നെ അഭിമാനിക്കാൻ കഴിയും. ജീവിതം കുടുംബവും സ്വർഗമാക്കാനും ഓരോരുത്തരും ശ്രമിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇങ്ങനെയൊരു വേദി, ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും വിജയങ്ങളും, പ്രത്യേകിച്ച് മോനും ഈ ചാനലിലും അതിനോടൊപ്പം എനിക്ക് സൗദി അറേബ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നെ ഒത്തിരി പേര് വിളിച്ചു. എല്ലാവർക്കും നന്മ മാത്രം
ആശംസിച്ചുകൊണ്ട്, എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം, വീണ്ടും കൂടാം, കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.